നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഭാഷ് സാർ ചെയ്തിട്ടുണ്ടോ? സാർ കേൾക്കാവോ? നമസ്കാരം സുഭാഷ് സാർ. സുഭാഷ് കേൾക്കാവോ? ഹലോ സാർ. കേൾക്കാം. ഓക്കെ. നമുക്ക് അധികം ഡിലേ ഇല്ലാണ്ട് ഡെഫിനറ്റ്ലി. അഭിനന്ദ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Good afternoon, everybody. We have given a strict information that every participant should join before the 10 minutes of the event time. So we have given that time. So I hope everyone has joined in the session. So let's start. I'm Abhinand K. I'm here on behalf of the Vriddhi 2021 and IEDC chapter Talasheri, and I'm here to welcome everyone to this event. First of all, our event transforming ideas into reality mainly focused to inspire and innovate future engineers in the entrepreneurship and startups. This event is conducted by Vriddhi 2021 and IEDC chapter. And Vriddhi is a civil engineering association first hosted by the Civil Engineering Department of Talasheri Engineering College. We all know about IEDC. It is an Innovation and Entrepreneurship Development Cell, and it is the initiative of Kerala Startup Mission. So, and all, let me introduce our beloved speaker of this event, Subhash Babu sir. Subhash Babu sir is the chairman of Incom International Company Limited and also acted as the managing director of Amazon. So he's an entrepreneur, a leader, a business technology specialist, and have a massive 20 years of experience in this field. So with the immense pleasure, let me welcome Subhash sir to this event. And I also hope every participants that joined here will use this session wisely and make this program a big success. Thank you. Subhash sir, shall we start the session? Yeah, thank you, Abhinand. Thank you so much. Okay, sir. So that all of you are logging from your home, right? So I couldn't see anyone. So Mesh sir is there. Okay. So let me start with something like maybe എൻ്റെ ഈ ഒരു സെഷൻ ഏതെങ്കിലും പ്രീവിയസ് സെഷൻ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഒരു വോയിസ് അല്ല, ഒന്ന് ചാറ്റ് ബോക്സിൽ തന്നാൽ മതി. You can answer through the chat box. ഞാനുണ്ട് സാർ. മറ്റാരും ഉണ്ടെന്ന് തോന്നില്ല. കുറച്ച് കുട്ടികൾ ഫസ്റ്റ് ഇയർ. അതല്ലാതെ ആരെങ്കിലും റിപ്പീറ്റേഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, പിന്നെ ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറയട്ടെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടില്ല. ഇപ്പം എല്ലാവർക്കും ഈ ഓൺലൈൻ സംഭവങ്ങൾ ഒരുപാട് കേട്ട് നമ്മൾ ഒരു വർഷമായിട്ട് പരിചയിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ എല്ലാവരോടും എല്ലാവരുടെ അറിവിൽ വേണ്ടിട്ട് നമുക്ക് ഇതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഓൺടർപ്രണർഷിപ്പിനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ മാനേജ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് സുഭാഷ് സാർ ക്ലാസ് എടുക്കുക. കാരണം സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഡൊമൈനിൽ സാറിന്റെ ഒരു നോളജും പിന്നെ അത് പ്രസന്റ് ചെയ്യാനുള്ളൊരു ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ളൊരു മെത്തേഡും സാറിന്റെ കയ്യിൽ നമുക്കത് ഒരു ക്ലാസിക്കാണ്. സാറിന് ഞാൻ ഇങ്ങനൊരു ഓഡിയൻസിനെ കൊണ്ട് സാറിനെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചത്. മിക്കവാറും സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ അന്ന് പ്രോഗ്രാമിന്റെ സമയത്ത് നിൽക്കുന്നവര് കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല.
ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ അപ്പൊ അവര് വന്ന സമയത്താണ്, അവർ ജസ്റ്റ് ചെയ്ത സമയത്താണ്. ഓക്കെ ഓക്കെ. എനിവേ ഞാൻ ആ സെഷൻ കണ്ടിന്യൂ ചെയ്യാനല്ല ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അഭിനന്ദിന്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. എനിവേ അപർണ, സ്വാതി, വൈഷ്ണവ്, ആരെങ്കിലും കുറച്ച് പേര് ആർക്കെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് പേര്. അതെ, റൈറ്റ്. അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്നത് പറയാം. അതല്ല നമുക്ക് മറ്റൊരു രീതിയിലേക്ക് പോകണം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. എനിവേ ദ ടോപ്പിക് ഈസ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് നമ്മുടെ ടൈറ്റില് ഡ്രീം ഇൻ ടു റിയാലിറ്റി എന്നാണ്. സോ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ പലർക്കും ഓൺടർപ്രണർഷിപ്പ് ഐഡിയ അല്ലെങ്കിൽ കരിയർ ഐഡിയ ഒക്കെ ഉള്ള ആൾക്കാരാണ്. വാട്ടെവർ ഇറ്റ് ഈസ്, അങ്ങനെ ഒരു കരിയറിനെ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് നാളെ മാറ്റുമ്പോഴേ അതിന് പ്രാക്ടിക്കലി ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 22 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരു 10+ ഇയേഴ്സ്, ഓൾമോസ്റ്റ് 10 to 14 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ബിസിനസ്സിലും ഉണ്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രീം റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നൊക്കെ അത് വേൾഡിലെ ബിസിനസ് മെറ്റീരിയലൊക്കെയാണ്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാ ഐഡിയയും ചിലപ്പോൾ ഒരു ബിസിനസ് ആവണമെന്നില്ല. അപ്പൊ അത് എന്തൊക്കെ ഐഡിയ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ആലോചിച്ച് കൊണ്ടുവരുന്ന ഐഡിയകളെ നിങ്ങളുടെ ഫൈനൽ സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ബിസിനസ്സിനാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഐ തിങ്ക് ദ സബ്ജക്ട് ഈസ് ഓക്കെ ഫോർ യു. അതല്ല ജനറൽ ഓൺടർപ്രണർഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് പോവാം. ഞാൻ ആ ടോപ്പിക്കിനോട് ടൈറ്റിലിനോടൊന്ന് നീതി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതല്ല വേണ്ടത്, നമുക്ക് ജനറൽ ഓൺടർപ്രണർഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ. എനിവേ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. അഭിനന്ദ് റെഡി അല്ലേ? Yes, sir. Starting. Thank you. So I think I can share my screen. Wait. അഭിനന്ദ് എന്റെ സ്ക്രീൻ ഷെയർ ആക്റ്റീവ്. It's okay. It's working. കാണുന്നുണ്ടല്ലോ അല്ലേ അഭിനന്ദ് സ്ക്രീൻ? Yes, കാണുന്നുണ്ട് സാർ. എന്റെ ജനറൽ ടോപ്പിക് ആണ്, ആ ടൈറ്റിൽ നോക്കണ്ട. നമ്മൾ ഡ്രീം ഇൻ ടു റിയാലിറ്റി, ദാറ്റ് ഈസ് അവർ സബ്ജക്ട്. സോ എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താനല്ല. അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ഒന്നുകൂടെ ബിട്രാക്ക് അല്ല, ഇത് ഇവരുടെ സ്ലൈഡ് ആയതുകൊണ്ടാണ്. മൈസോൺ, മലബാർ ഇന്നോവേഷൻ ഓൺടർപ്രണർഷിപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇൻക്യുബേഷൻ സെന്റർ ആണ്. നിങ്ങളുടെ പോലെയുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ ഐഡിയ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇക്കോസിസ്റ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. സോ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഓൺടർപ്രണർഷിപ്പിലേക്ക് ഒരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഐഡിയ എങ്ങനെ ആക്കണം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പല കോളേജുകളും പല സമയത്തും ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്, ഒരുപാട് കുട്ടികളോട് സംസാരിക്കുന്നതാണ്, ഓൺടർപ്രണേഴ്സിനോട് സംസാരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുട്ടികളോട് ഒക്കെ സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ഒരുപാട് ആൾക്കാർക്ക് പാഷൻ ഉണ്ട്. പിന്നെ ചില എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഓൺടർപ്രണർഷിപ്പിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് വലിയ സ്വപ്നങ്ങളോടെ നിങ്ങളിൽ പലരും ഉണ്ടാക്കാറുമുണ്ട്. ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്, ഒരുപാട് പദ്ധതികൾ. ഈവൻ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഫസ്റ്റ് കോവിഡ് ബേസ് സമയത്ത് ഒരു കുട്ടി എന്നെ കൃത്യമായിട്ടും കോവിഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഇതൊന്നും ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് അഥവാ അതിന്റെ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. ആ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഇത് സക്സസ് ആവാറില്ല. അതാണ് ഞാൻ എന്തുകൊണ്ടാണ് അത് സക്സസ് ആവാത്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സിനെ സെലക്ട് ചെയ്യുക, ഒരു ഐഡിയയെ ബിസിനസ് ആക്കാൻ മാറ്റാൻ പ്രാപ്തിയുള്ള ഒരു ഐഡിയയെ കണ്ടെത്തുക. ഒരുപാട് ഐഡിയ നമുക്കുണ്ട്, പല ഐഡിയയിലും ഇന്നോവേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു 3 to 4 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും അത് ഉപേക്ഷിച്ച് പോകാറാണ് പതിവ്. അത് എന്തുകൊണ്ടാണ് ബിസിനസ് ആവാത്തത്, അത് ഷെയർ ചെയ്യണം. ഇന്ന് നമ്മൾ കുറച്ചൊരു സീരിയസ് ടോപ്പിക്, ഞങ്ങൾക്ക് ഒരുപാട് കഥയല്ല ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ
അത് നമുക്ക് ഒന്നോ രണ്ടോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ 2-3 സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്ന് വലിയ ടെക്നോളജിനെ കുറിച്ചൊന്നും പോകുന്നില്ല, IoT AI അതിലൊന്നും പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഓണ്ടർപ്രണർഷിപ്പിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, പലപ്പോഴും നമ്മൾ ഒരു ബിസിനസ്, ഒരു ഐഡിയ സെലക്ട് ചെയ്ത് ആ ഐഡിയ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വയബിൾ ആയിട്ടുള്ള ഒരു ഐഡിയയെ കൊണ്ടുവരുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. ഐഡിയ മേ ബി ഗുഡ്, അവിടെ ആവശ്യപ്പെട്ട ഇന്നോവേഷൻ ഉണ്ടാവും, അത് ചിലപ്പോൾ അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തും. അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടാണ് നമുക്ക് അത് ബിസിനസ് ആക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്ന ചില കോമ്പോസിഷൻ അതിൽ അടങ്ങാത്തതുകൊണ്ടാണ്. അതായത് ഒന്നാമത് നമുക്കൊരു നീഷ് ഉണ്ടായിരിക്കണം. ഒരു ഐഡിയയെ ബിസിനസ് ആക്കുമ്പോൾ ഒരു നീഷ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മൈക്രോ നീഷ് എന്ന് പറയുന്ന മാർക്കറ്റ് ഉണ്ടായിരിക്കണം. എന്താണ് മൈക്രോ നീഷ് നോക്കാം. മൈക്രോ നീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾക്ക് താല്പര്യം, നമ്മൾക്ക് അതിനകത്തൊരു പാഷൻ, അത് വേണം ഒന്നാമത്. അതായത് നമുക്ക് താല്പര്യം ഉണ്ടാവണം. അത് പലപ്പോഴും ചില ബിസിനസ്, അത് കുട്ടികൾ ഒരിക്കലും വരാറില്ല, അത് കുട്ടികൾ ആ കാര്യത്തിൽ വളരെയധികം മെച്ചുവേർഡാണ്. പക്ഷേ പലപ്പോഴും മുതിർന്ന ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പലപ്പോഴും, സാർ ഏത് ബിസിനസ്സിലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ളത്. ഏത് ബിസിനസ്സിലാണ് കൂടുതൽ ലാഭം കിട്ടുക, അത് അപ്പം തീർന്നു, ആ ബിസിനസ് തീർന്നു. കാരണം അങ്ങനെ ഒരു ബിസിനസ് ലോകത്തിലില്ല. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് നമുക്ക് ലോകത്തിലില്ല. കാരണം അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ്, ഉമേഷ് സാർ ബിസിനസ്സിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ചെയ്താൽ ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എനിക്കും വിജയിപ്പിക്കാൻ കഴിയില്ല. ബിക്കോസ് ഞങ്ങളുടെ ഇൻട്രസ്റ്റും പാഷനും ഞങ്ങളുടെ അറിവും വേറെ വേറെ ആയിരിക്കും. സോ എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇൻഗ്രീഡിയൻറ്റ് 1, ഇൻട്രസ്റ്റ് പ്ലസ് എക്സ്പീരിയൻസ്. നമുക്ക് അതിലൊരു അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ അറിവുള്ളവർ നമ്മൾ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ അറിവുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അറിവുള്ളവരെ കണക്ട് ചെയ്തിട്ട് ആ അറിവ് നേടുവാനോ നമുക്ക് പറ്റണം. അതിന് നമുക്കൊരു ഇൻട്രസ്റ്റും വേണം. ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഈ ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്, ഈ ഒരു 2 കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അത് കരിയർ ആയാലും ശരി, ബിസിനസ്. ഞാൻ മെജോറിറ്റി, എല്ലാവരെയും അല്ല പറയേണ്ടത്, മെജോറിറ്റി ഞാൻ കണ്ടതും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾക്ക് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല, നിങ്ങളത് ചെയ്യുന്നവരാ. എവിടെയാണെന്നറിയോ, 3ാമത്തെ പോയിന്റിൽ നമുക്ക് പിഴയ്ക്കും. നമ്മൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും, ആ ഐഡിയ നമ്മൾ നല്ലൊരു ബിസിനസ് ആണെന്ന് നമ്മളങ്ങ് വിചാരിക്കും. നമ്മൾ അതിന് കുറച്ച് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ സംഘടിപ്പിച്ച് അതിന് വയബിളിലൊക്കെ മോഡലായി വളരെ ആത്മാർത്ഥതയോടെ, വളരെ ഇൻട്രസ്റ്റോടെ, പാഷനേറ്റ് ആയിട്ട് നമ്മൾ ബിസിനസ്സുകാരുടെ അടുത്തും നമ്മളുടെ വീട്ടിലും ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പ്രസന്റ് ചെയ്യും. പക്ഷേ അതിന് ഒരു ഓഡിയൻസ് ചിലപ്പോഴുണ്ടാവില്ല. വീട്ടിൽ നിന്ന് അതൊക്കെ കേൾക്കാം, ടീച്ചേഴ്സ് അത് കേൾക്കും, ഒക്കെ കേൾക്കും. ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ്? ആ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഐഡിയ ആയി മാറുന്ന പ്രൊഡക്റ്റ്, കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിന് അതിനൊരു മാർക്കറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ആൾക്കാർ ഉണ്ടാവില്ല. ഇത് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റും എക്സ്പീരിയൻസും മാത്രം ഉണ്ടായിട്ട് അത് ചെയ്യാൻ കഴിയില്ല. അത് 3ാമത്തെ കാര്യം, ഓഡിയൻസ്. അടുത്തത് കോമ്പറ്റീഷൻ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസിന്റെ പിച്ച് ആയിട്ട് പല ആൾക്കാരും വരാറുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. കോമ്പറ്റീഷൻ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഒരു പുതിയ മാർക്കറ്റ് നമ്മൾ ഐഡന്റിഫൈ കണ്ട് ആ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് വരും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ കൂടുന്ന അർത്ഥം. കാരണം ലോട്ട് ഓഫ് അവയർനെസ് വേണം നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി. നമ്മളൊരു പുതിയ കൈൻഡ് ഓഫ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ വരികയാണ്, നമ്മുടേതായ ഒരു ഫോർമുലയായിട്ട് വരികയാണ്. ആ ഫോർമുല എന്താണെന്നും അതിന്റെ ഗുണം എന്താണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ വേണമെങ്കിൽ മാർക്കറ്റിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അതാവില്ല എന്നല്ല, ആയാൽ നല്ലത്. പക്ഷെ വലിയ എഫേർട്ട് വേണം, വലിയ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറും മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറും അതിന് വേണ്ടി വരും. അപ്പൊ കോമ്പറ്റീഷൻ ഉള്ളതാണ് നല്ലത് ഇല്ലാത്തതിനേക്കാൾ. ഇല്ലെങ്കിൽ ആ ഐഡിയക്ക് എന്തോ മിക്കവാറും പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും അങ്ങനെയാ കാണുക. ആ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ അത് ആർക്കും അറിയായിട്ടൊന്നുമല്ല. ഇന്നിപ്പോ സീക്രട്ടായ കാര്യങ്ങളൊന്നും ലോകത്തില്ലല്ലോ. ഈവൻ കൊക്കക്കോളയുടെ കോമ്പോസിഷൻ പോലും ലീക്കാണെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ സീക്രട്ടുകൾ എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിൽ. അപ്പോ അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അതിനൊരു ഓഡിയൻസ് ഉണ്ട്, അതിന് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ ഇതൊക്കെ കണ്ടെത്തി അത് മണി മേക്കിംഗ് ആയിരിക്കണം. അതിന്
അത് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അത് പ്രോഫിറ്റബിൾ ആയിട്ട് വിൽക്കാൻ പറ്റണം. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഐഡിയ സ്റ്റേജിൽ നമ്മൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നമുക്ക് റിസർച്ചിനൊക്കെ എന്ത് ചെയ്യാട്ടോ, നിങ്ങൾ കോളേജ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല ഞാൻ പറയുന്നത്. കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പൈസയൊക്കെ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് വേണം. ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ്, ഓഡിയൻസ്, കോമ്പറ്റീഷൻ വേണം, അതിൽ മണി മേക്കും വേണം. അതാണ് ഒരു നീഷ് മാർക്കറ്റ്. അതിനകത്ത് മൈക്രോ നീഷ് ഒന്നുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സുകളിൽ കൃത്യമായിട്ടൊരു മൈക്രോ നീഷ് കണ്ടെത്തുന്ന മൈക്രോ നീഷ് ഞാൻ പറഞ്ഞുതരാം. മൈക്രോ നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് അല്ലെ, ആർക്കെങ്കിലും വീട്ടിലാർക്കെങ്കിലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആർക്കെങ്കിലോ ഒരു പനിയോ തലവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോക്ടറെയാണ് സാധാരണ, ഒന്നെങ്കിൽ ഫാമിലി സംബന്ധമായ ഒരു ഡോക്ടർ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കാൻ പറയും. അതല്ലെങ്കിൽ ഒരു MBBS കഴിഞ്ഞ അത്യാവശ്യം അടുത്തുള്ള ഒരു ജനറൽ ഫിസിഷ്യനെ കാണിക്കാനാണ് നമ്മൾ പറയാം. അതൊരു നീഷാണ്, ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി, അതിലൊരു ഡോക്ടർ, അതിനൊരു നീഷ് മാർക്കറ്റ് എന്ന് പറയാം. ഇനി മൈക്രോ, അത് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒരു ഡോക്ടറെ കാണുന്നു. മൈക്രോ നിഷ് എന്ന് പറയുന്നത് വരുന്നത് ആ പറയുന്ന ആൾക്ക്, നമ്മുടെ ഫ്രണ്ടിന്റെ റിലേറ്റീവിനോ നമ്മുടെ റിലേറ്റീവിനോ ആർക്കോ വന്നത് ഒരു ഹാർട്ട് സംബന്ധമായ ഒരു നെഞ്ചുവേദന വന്നു, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പറയുന്നത് എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പറയുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഒരു MBBS തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെയോ ഈ പറയുന്ന ഒരു ഫാമിലി ഡോക്ടറെയോ അല്ല നമ്മൾ ഇമ്മീഡിയറ്റ് കാണിക്കാൻ പറയാം. നമ്മൾ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഏറ്റവും നല്ല ഒരു ഹേർട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പറയാം. അതാണ് മൈക്രോനിഷ്. ആ മൈക്രോനിഷ് വ്യത്യാസം മനസ്സിലാക്കാനേ ഉദാഹരണം. ഇനി ബിസിനസ്സിലേക്ക് ഞാനത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കണ്ണൂർ ടൗണിൽ നിങ്ങൾ തലശ്ശേരിയോ കണ്ണൂരോ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നാൽ ചില കടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ, നിങ്ങൾ ഇത്തരം കടകൾ കണ്ടിട്ടുണ്ടാവും. ആ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ടാവും, വലിയ ബോർഡായിരിക്കും, അത്യാവശ്യം സെറോക്സ് ഫോട്ടോ കോപ്പി എടുക്കും. ഓക്കെ, അതിനകത്ത് ചിലപ്പോൾ ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ടാവും, സ്റ്റേഷനറി വിൽക്കും. അത് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നതാണ്. സെറോക്സ്, ഇന്റർനെറ്റ്, സ്റ്റേഷനറി, പിന്നെന്താ ഇമെയിലിംഗ്, അതുപോലെ കാര്യങ്ങൾ. അതിന്റെ കൂടെ റിയൽ എസ്റ്റേറ്റ്, അതിന്റെ കൂടെ വെബ്സൈറ്റ് ഡിസൈനിങ് ഒക്കെ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ഉണ്ടാവും ചിലപ്പോൾ. ഇങ്ങനത്തെ ബോർഡുകൾ നിങ്ങൾക്ക് കാണാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. ചില ടൗണിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി ഒരു ബോർഡ് കാണാം, ഈ പറയുന്നതൊക്കെ. നമ്മൾ പ്രൊഫഷണലി നമ്മുടെ ഒരു വെബ്സൈറ്റ് കോളേജിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കണ്ട ഒരു ബോർഡിലുള്ള ഒരു കമ്പനിയിൽ, അതിൽ വെബ്സൈറ്റും ഉണ്ട് ആ ബോർഡിൽ. അങ്ങനെ ബോർഡ് കണ്ട ഒരു കമ്പനിയെ നമ്മൾ ഏൽപ്പിക്കുമോ നമ്മുടെ വെബ്സൈറ്റ് ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോവാം. എനിവേ, എന്നെ ഷോപ്പ് ചെയ്ത് ആർക്കെങ്കിലും സംസാരിക്കാം കേട്ടോ. എന്നാലും ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നതെല്ലാം കറക്റ്റ് എല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം. ഇനി അതിനോട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബോർഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന സെറോക്സും ഇന്റർനെറ്റും പിന്നെ ഫോട്ടോ കോപ്പി, അതുപോലെ ഇമെയിൽ, ബ്രൗസിങ്, റിയൽ എസ്റ്റേറ്റ്, അതിന്റെ കൂടെ വെബ്സൈറ്റ് ഡിസൈനിങ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ആരും വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി അത്തരം കമ്പനികളെ ഏൽപ്പിക്കാൻ പോവാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇതെല്ലാം കൂടെ എന്തെല്ലാം ഒരു അവിയൽ പരുവത്തിൽ എന്തൊക്കെയോ ആക്കി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് കണ്ടാൽ അറിയാം. ഇത് തന്നെ ബിസിനസ്, അതാണ് ആ ബിസിനസിന്റെ പ്രത്യേകത. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുക? ആ വെബ്സൈറ്റ് ഡിസൈനിങ്, വെബ്സൈറ്റ് ചെയ്യുന്നവരടുത്തേക്ക് പോകും. ഓഫ് കോഴ്സ് നിങ്ങളെ പലരുടെയും വീടുകളിൽ ബിസിനസ് ചെയ്യുന്ന പാരന്റ്സ്, ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ്, നമ്മുടെ വീട്ടിലുള്ള പിന്നെ നമ്മുടെ പാരന്റ്സോ റിലേറ്റീവ്സിനോ ഒരു ജ്വല്ലറി ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ മൈക്രോനിഷിലേക്ക് ഒന്നുകൂടെ കടക്കുകയാണ്. ഞാനൊരു ഉദാഹരണം ഇപ്പൊ ഇത് പറഞ്ഞത്. ജ്വല്ലറി ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് നമുക്ക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ഐഡന്റിറ്റി വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ? അപ്പൊ അത് നമുക്ക് ഒരാളെ ഏൽപ്പിക്കണം. നമുക്കുള്ളത് ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. അപ്പൊ അതിന്റെ ലിസ്റ്റ് വന്നു, ഇവരെ ആരെ ഏൽപ്പിക്കണം. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരിൽ ആരെങ്കിലും ഏൽപ്പിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു ബോർഡ് നമ്മളെ, അല്ലെങ്കിൽ ഗൂഗിളിൽ ആണെങ്കിൽ ഗൂഗിളിൽ, അല്ലെങ്കിൽ ഒരു ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മുടെ ഗോൾഡ് ഒരു ജ്വല്ലറി ആണെന്ന് ആണ് നമ്മുടെ ബിസിനസ് ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ജ്വല്ലേഴ്സ്. നമ്മൾ കാണുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബിസിനസ് ജ്വല്ലറി ആണെങ്കിൽ അതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ
ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ നമ്മളൊന്ന് നിൽക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ജ്വല്ലേഴ്സ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഗൂഗിൾ ചെയ്ത് നമുക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആ കമ്പനിയുടെ അബൌട്ടസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ജ്വല്ലറി ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾക്ക് ഒന്ന് നിൽക്കും, ഒന്ന് ചിന്തിക്കും. ഓഫ് കോഴ്സ് അവിടെ നമ്മൾ ഒരു പ്രൊപ്പോസൽ എടുത്തിരിക്കും. എന്താ കാരണം എന്നറിയോ? അവിടെ നമ്മൾ വിചാരിക്കുകയാണ് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജ്വല്ലറിക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഇവർക്ക് എന്തോ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സോ ആ നീഷിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നീഷ് മാർക്കറ്റ് എന്ന് IT എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ നീഷെന്ന് അവർ ജ്വല്ലറി എന്ന മൈക്രോ നീഷിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് കസ്റ്റമറെ സെഗ്മെന്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു കാരണം ഉണ്ടാവും. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഐഡിയ വേണ്ടത്? നമുക്ക് ബിസിനസ് ആക്കാൻ പോകുന്ന സമയത്ത് വയബിൾ ആയ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐഡിയയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ആ പാഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ ചെയ്യുള്ളൂ. അതെനിക്ക് അറിയാം. അത് കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ലാതെ മണി മേക്കിംഗ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അത് മണി മേക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തത് എക്സ്പീരിയൻസ്, അത് വേണം. അഥവാ നമുക്കിത് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം നേരിട്ട് ബിസിനസ് ചെയ്യാൻ പോകരുത്. നമ്മൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ജോലി ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ അറിയാവുന്നവരെ നമ്മുടെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ അത് അറിയുന്നവരടുത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു മെൻഡറെ ആ ഫീൽഡിൽ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഇനഫ് എക്സ്പീരിയൻസ് നേടുക. അടുത്ത ചെക്കിങ് വെദർ ദർ ഈസ് എൻ ഓഡിയൻസ്, നമ്മുടെ ഈ പ്രൊഡക്റ്റിന് അത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ്, ഒരു മാർക്കറ്റ് അവൈലബിൾ ആണോ, അത് നോക്കുന്നു. Then the fourth one is we have competition. കോമ്പറ്റീഷൻ ഉണ്ട്. ഹൈലി കോമ്പറ്റീറ്റീവ് അല്ല എങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റ് ആണത്. അപ്പോ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനില്ല. നമ്മളൊരു പുതിയ മാർക്കറ്റ് വെട്ടി തുറക്കണ്ട, മറിച്ച് ചിന്തിക്കരുത് കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഐഡിയ ആണെന്ന് ഒരിക്കലും അർത്ഥമില്ല. ഈവൻ നിങ്ങൾ സ്റ്റാർട്ടപ്പിലൊക്കെ പിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ ഗ്രാൻഡിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിച്ച് ചെയ്യുമല്ലോ, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി പിച്ച് ചെയ്യും. ആ പിച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് ഈ കോമ്പറ്റീഷന്റെ പേജ്. നമ്മൾ കൊടുക്കണം ഒരു സ്ലൈഡിൽ ആരാ കോമ്പറ്റീഷൻസ്. ആ കോമ്പറ്റീഷനിൽ നോ കോമ്പറ്റീഷൻ എടുത്താൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ആ ഒറ്റ കാരണത്താൽ ഒരു 50% കുറയും. ആ ഒറ്റ കാരണത്താൽ. സോ കോമ്പറ്റീഷൻ നല്ലതാണ്, വേണം. അല്ലെങ്കിൽ അതൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിരിക്കണം, അത്രയും മാർക്കറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, അത് നമുക്ക് ഉറപ്പായിരിക്കണം, അതിന് ഒരു ജനറൽ അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള റിസോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് വയബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റൂ. ഈസി അല്ല. ദെൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് മണി മേക്കിംഗ്. അതിൽ അത്യാവശ്യം ബിസിനസ് ആൾക്കാർ വാങ്ങിക്കാൻ ഉണ്ടാവുമ്പോൾ അതിനകത്തൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം. സോ ഒരു ഡ്രീം എന്ന് പറയുന്നത് റിയാലിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയണം. നമ്മൾ ഡ്രീമിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതാണ്. നമ്മളൊക്കെ ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സിൽ വിഷനും മിഷനും ഒക്കെ സെറ്റ് ചെയ്യുന്നവരാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ വിഷനൊക്കെ പറയുന്നത് എൻവിഷനിങ് എന്ന് പറയും. കാരണം നമുക്ക് ആ റിയാലിറ്റി അറിഞ്ഞുകൊണ്ട് നമ്മളെ ബിസിനസ്സിനെ ഈ പറയുന്ന ഘടകങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് കറക്റ്റായിട്ട് ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് വെറുതെ നമ്മളൊരു 5000 കോടി രൂപയുടെ ഒരു ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ഇതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെയ്യാൻ കഴിയണമെന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു തറവ് സ്റ്റഡി നമുക്ക് വേണം. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്, നമ്മളൊരു ടാർഗറ്റ് കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. അതിന് ഞാൻ വേറൊരു സ്ലൈഡാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഗൂഗിൾ ചെയ്താൽ ഇത് കിട്ടും. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാൻവാസ്, നമ്മൾ ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്നാണ് ഇതിനെ പറയുക. ഈ ഒരു ക്യാൻവാസ് നിങ്ങൾ ഒന്നോ രണ്ടോ ഒന്നിലധികം ആൾക്കാരൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ ബ്രെയിൻ സ്റ്റോമിങ് നടത്താൻ പോകണം. പണ്ട് ഞങ്ങളൊക്കെ പുതിയ ഞങ്ങളുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ക്യാൻവാസ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ല. ആദ്യത്തെ ബിസിനസ്സിലൊക്കെ വരുന്നത് ആകസ്മികമായിട്ട്, ഒരു പക്ഷേ ജീവിക്കാൻ എന്തെങ്കിലും വേണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആദ്യത്തെ ബിസിനസ്സുകളൊക്കെ വരിക. അത് പലരുടെയും സക്സസ് ആവും, ചിലപ്പോൾ ചില ആൾക്കാരുടെ സക്സസ് ആവില്ല, ഫെയിലിയേഴ്സ് ഒരുപാട് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടാമതും മൂന്നാമതൊക്കെ ബിസിനസ് ചെയ്യുന്നതിന്, ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഇത്തരം ഒരു ബ്രെയിൻ സ്റ്റോമിങ് തന്നെ നടത്തും പണ്ട് കാലത്ത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് വരുമ്പോൾ ഇന്ന് പുതിയ കാലഘട്ടമാണ്, ഡിജിറ്റൽ എറയാണ്. ഏത് ബിസിനസ്സും ഡിജിറ്റൽ എറയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യാം, ഓസ്ട്രേലിയക്കാരന് ഇവിടെയും ബിസിനസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എവിടെയും ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവിടെ നിന്ന് ഒരാൾക്ക് നിമിഷ നേരം കൊണ്ട് ഇവിടെയും ബിസിനസ് ചെയ്യാം. അപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങണം. ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരച്ച് ഉണ്ടാക്കേണ്ട ഒരു ക്യാൻവാസ് ആണിത്. വളരെ സീരിയസ് ആയിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ, ശരി നമ്മളൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നുള്ളൂ, പക്ഷെ നമുക്ക് പറ്റിയ ഒരു 3 ഫ്രണ്ട്സിനെ കോളേജിൽ നിന്നൊക്കെ കണ്ടെത്തി, അപ്പൊ നമുക്കൊന്ന് ഇരിക്കാം, ഈ നമ്മുടെ കയ്യിലൊരു ഐഡിയ ഉണ്ട്,
അവരും ഏതാണ്ട് ആ പാഷനുള്ളവരാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം ഫുൾ ഡേ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ ഇങ്ങനെ ഒരു സ്ലൈഡും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ബിസിനസ് മോഡൽ വരയ്ക്കാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ, ഇത് വെറുതെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളെ പോലെ കുട്ടികൾ വെറുതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചുമ്മാ ചെയ്ത് പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങളെ ഓൾറെഡി എവിടെയെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ ഞാൻ അത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നോട് ചാറ്റിലോ നേരിട്ടോ പറയാവുന്നതാണ്. അഭിനന്ദ്, ഇങ്ങനത്തെ ഒരു സെഷനിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് സാർ. ഈ ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ലല്ല, അതൊന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല സാർ. ചെയ്തിട്ടില്ല. അപ്പൊ ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ അല്ലെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്? വെറുതെ സമയം പോണ്ടേ, അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാം. അതുകൊണ്ടാ ഇതെന്റെ ബാലപാഠ. ഇതിലേക്ക് പോട്ടെ ഞാൻ. ഷുവർ സാർ. ഓക്കെ താങ്ക് യു. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, പിന്നെ നേരത്തെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കോ, എന്തെങ്കിലും ചെയ്യണേ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ഞാൻ കാണും, ഞാൻ വായിക്കും. അപ്പൊ ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെന്താണെന്ന്. ഒന്നാമത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് കസ്റ്റമർ സെഗ്മെന്റ് ആണ്. ഹൂ ഈസ് അവർ കസ്റ്റമർ? ഇതാണ് ആദ്യം വേണ്ടത്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്താണ് അത് നമുക്കറിയാലോ. അപ്പൊ ആ പ്രൊഡക്റ്റും ഐഡിയ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ന പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പാനി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കോവിഡ് സമയത്ത് ഹോസ്പിറ്റലുകളിൽ സഹായിക്കാനുള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നു, അല്ലെ, അല്ലെങ്കിൽ സാനിറ്റൈസർ, പിന്നെ ഇത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കൈൻഡ് ഓഫ് ഹാൻഡ് വാഷിങ്ങിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അങ്ങനെ എന്തോ ആവട്ടെ. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞ മൈക്രോനിഷ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത ഇതെന്താണെന്ന്. സോ അടുത്ത ഘട്ടം ഇതിന്റെ കസ്റ്റമർ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എന്താ കസ്റ്റമർ? അതിന്റെ ചോദ്യമാണ് ഹൂ ഈസ് അവർ കസ്റ്റമർ. ഈ ഹൂ ഈസ് അവർ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആർക്കാണ് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ഈ എല്ലാവരുടെയും കസ്റ്റമർ അല്ല. ഞാൻ വലിയ ഐഡിയയിലേക്ക് പോകാതെ ചെറിയൊരു ഐഡിയയിലേക്ക് വരാം. ഇപ്പൊ നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസ് അതാണല്ലോ കസ്റ്റമർ. അപ്പോ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ, ഇപ്പൊ ഈ ഒരു ഫോൺ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഈ ഫോൺ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പൊ ഐഫോൺ ആണ്, ഈ ഐഫോൺ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ അവര് ആപ്പിൾ കമ്പനി ഇറക്കുന്നത്? അല്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ കസ്റ്റമർ സെഗ്മെന്റ് ആരാണെന്ന്. ആൻഡ്രോയിഡ് ഫോൺ ഇറക്കുമ്പോൾ, സാംസങ് ഇറക്കുമ്പോൾ, ഒപ്പോ മൊബൈൽ ഇറക്കുമ്പോൾ, ഇവർ ഓരോരാളും ലോകത്തിലെ എല്ലാ മൊബൈൽ ഉപയോഗിക്കുന്നവരും വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല അവർ ഇറക്കുന്നത്. കൃത്യമായിട്ട് അവർക്കറിയാം ആരാണ് ഇറക്കേണ്ടത്. അപ്പൊ എന്താ സെഗ്മെന്റ്? അത് പല രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റണം. ഒന്ന്, നമുക്കത് നമ്മുടെ ഏജ് റേഞ്ചിൽ തിരിക്കാം, നമ്മളെ ജെൻഡറിൽ തിരിക്കാം, നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസിൽ ഇരിക്കാം, ഒക്യുപ്പേഷനിൽ ഇരിക്കാം, ഇൻകം, എഡ്യൂക്കേഷൻ, ലൊക്കേഷൻ. നിങ്ങൾക്കറിയാലോ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാവർക്കും കിട്ടില്ല അല്ലെ. അത് കിട്ടണമെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ പ്രൊഫൈലുള്ള അവർക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്ന കാറാണ് റോൾസ് റോയ്സ്. ഇപ്പൊ റോൾസ് റോയ്സ് കാർ ഉണ്ടാക്കുന്ന സമയത്ത് ലോകത്തിൽ എല്ലാവർക്കും ആണോ? അല്ല. അവർക്കൊരു കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്. ആപ്പിളിന്റെ പിന്നെ ഇതായാലും ശരി, അതല്ലെങ്കിൽ ഈ ഐഫോൺ മൊബൈൽ ആയാലും ശരി, ഇതുണ്ടാക്കുന്നത് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ സെഗ്മെന്റിനാണ്. അവരവിടെ ഒരു ഇൻകം റേഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് റേഞ്ച് അവരെടുക്കും. മെഡിമിക്സ് സോപ്പ്, ഞാൻ മെഡിമിക്സ് പറയാൻ കാരണം ഇന്നലെ അതിന്റെ MDയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മെഡിമിക്സ് സോപ്പ്, അദ്ദേഹം ആ സോപ്പ് ഇറക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ട് ഡോ സോപ്പ് ഉപയോഗിക്കുന്ന സെഗ്മെന്റ് വേറെയാണ്. ആ സെഗ്മെന്റിന് വേണ്ടിയിട്ടല്ല മെഡിമിക്സ് ഇറക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാർട്ട് നേരത്തെ കാണിച്ചതിൽ കസ്റ്റമർ സെഗ്മെന്റ് എന്ന് പറയുന്ന ചാർട്ടില് നമ്മൾ ഉണ്ടാക്കുന്നത് കോവിഡിന് വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിക് സിസ്റ്റമാണ്. മെഡിസിൻ ഒക്കെ ഹോസ്പിറ്റലിനുള്ളിൽ വിതരണം ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നെങ്കിൽ അത് വാങ്ങിക്കാൻ ഹോസ്പിറ്റൽ ഉണ്ടോ? നമ്മൾക്ക് ചാരിറ്റിക്ക് വേണ്ടി ഗവൺമെന്റിന് വിറ്റുകൊടുത്താൽ ബിസിനസ് നടക്കൂലല്ലോ. പഠിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണേ. പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറയില്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഞാൻ ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യാതിരിക്കരുത്. ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ പഠനം, നിങ്ങളുടെ റിസർച്ച് ഇത് തന്നെയാണ്, അതിൽ നിന്നാണ് നിങ്ങൾ എത്തുക. അത് ഓഫ് കോഴ്സ് സീരിയസ് ബിസിനസ്സിലേക്ക് ആലോചിക്കുമ്പോഴേ ഏത് കൈൻഡ് ഓഫ് ഹോസ്പിറ്റലാണ്? മിംസ് അത് വാങ്ങിക്കോ? ഇല്ല, അവർക്ക് അതിനേക്കാൾ സംഭവം ഉണ്ടാവും. അപ്പൊ ക്ലിനിക്കുകൾ വാങ്ങിക്കോ? ക്ലിനിക്കുകൾ വാങ്ങിക്കണമെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു ആൾട്ടറേഷൻ വേണം, അവർക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം വേണം, അവർക്ക് ഇത്രയും എമൗണ്ട് പറ്റില്ല. അപ്പൊ അവർക്ക് ഈ സ്റ്റീൽ മാറ്റി അവിടെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫൈബർ ഇട്ട് കൊടുത്താൽ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ
ഈ കസ്റ്റമർ സെഗ്മെന്റ് നിന്നാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഫൈൻ ട്യൂണിങ് വരുന്നത്. കൃത്യമായിട്ട് കസ്റ്റമർ സെഗ്മെന്റ് ഇല്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഓരോ ബ്രാൻഡും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർ ആലോചിക്കുന്നുണ്ട്. അത് ഡെമോഗ്രാഫിക്കലാവാം, നേരത്തെ അവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ സൈക്കോഗ്രാഫിക്കലാവാം, അവരുടെ ഈ ഉപയോഗിക്കുന്ന ആളുടെ സ്വഭാവം, അവരുടെ ബിഹേവിയർ ഒക്കെ അനുസരിച്ചിട്ടാവാം. ഇപ്പൊ നമ്മളൊരു ടൗണിൽ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ സ്റ്റാർബക്സിന്റെ കഫേ അവിടെയുണ്ട് അല്ലെ, കഫേ കോഫി ഡേ ഉണ്ട്, സാധാരണ കടകളുണ്ട്, പിന്നെ അതേപോലെ തട്ട് കട പോലെയുള്ള പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ സ്റ്റാർബക്സ് ആലോചിക്കുന്ന കസ്റ്റമർ സെഗ്മെന്റ് വേറെ തന്നെയല്ലേ? എല്ലാ ചായ കാപ്പി കുടിക്കുന്നവര് അവരുടെ കസ്റ്റമർ ആണോ? അല്ല. കഫേ കോഫി ഡേക്ക് ഒരു കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്, അവര് വർക്ക് ചെയ്യുന്ന ഇതെല്ലാം പ്രൊഡക്റ്റ് ഒന്നാ. ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോനിഷാണ് ഇത്, ഇതെല്ലാം പ്രൊഡക്റ്റ് ഒന്നാ. പക്ഷെ ഇവരുണ്ടാക്കുമ്പോൾ അവരുടെ കസ്റ്റമർ സെഗ്മെന്റിന് കറക്റ്റായി അവർക്ക് ഇഷ്ടപ്പെടുന്ന എൻവയോൺമെന്റിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. ഇപ്പൊ സ്റ്റാർബക്സ് പോയി ഇരിക്കുന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റ് പോകില്ല, കുറച്ച് സമയം ഇരിക്കും അവിടെ. ആമസോൺ കഫേ പോയിരിക്കുന്ന ആള് ഒരു 20 മിനിറ്റ് അരമണിക്കൂർക്ക് ലാപ്ടോപ്പ് ഒക്കെ ചെയ്തിട്ടാ പോവുക. അപ്പൊ അയാൾക്ക് അവിടെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ കസ്റ്റമർക്ക് ഒരു ഫെസിലിറ്റി ഒക്കെ കൊടുക്കണം. അത് സാധാരണ ഒരു ഹോട്ടലിൽ വേണ്ട. സാധാരണ ഹോട്ടലിൽ അപ്പോഴെന്ത് ചെയ്യും, ബില്ലിങ് അതിന്റെ പ്രൈസിങ് റേഞ്ച് അതുപോലെ ആയിരിക്കും, ആമസോണിലെ പ്രൈസ് അതായിരിക്കത്തില്ല. സോ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പോ നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അടുത്തത് ഹൂ ഈസ് അവർ കസ്റ്റമർ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇരിക്കുന്നു, നമ്മൾ എന്നിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, ഞാൻ പറയുന്ന ടേബിൾ വരയ്ക്കുന്നു, ഇത് ഓരോരാളുടെ ഐഡിയ എഴുതണം. ആരാണ് കസ്റ്റമർ? ലോകത്തിലെല്ലാവരും അല്ല, ലോകത്തിലെ എല്ലാ പെൺകുട്ടികളും അല്ല, ലോകത്തിലെ എല്ലാ ആൺകുട്ടികളും. പെൺകുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഫാഷൻ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ആ ഫാഷൻ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരുടെ കസ്റ്റമറെ ഒരു നല്ല ബ്രാൻഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്നാ പിന്നെ എല്ലാ ലേഡീസും ഉപയോഗിച്ചോട്ടെ എന്നാണോ? അല്ല. അവർ ചിന്തിക്കും അവിടെ ചെയ്യേണ്ടത് ഇന്ന റേഞ്ചിലുള്ള 25 വയസ്സ് മുതൽ അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ 25 അല്ലെങ്കിൽ 30 വയസ്സിനിടയിലുള്ള കുട്ടികൾ, അത് കോളേജിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്ന കുട്ടികൾ, അവരാണ് എന്റെ കസ്റ്റമർ. അത് 1-2 സെഗ്മെന്റ് ആവാം. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് പോയി ചിന്തിച്ചിട്ട് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് ബ്രാൻഡുകളാവുന്നതും വിജയിക്കുന്നത്. മറ്റേതിനൊക്കെ ഇനി വിജയിക്കാനുള്ള സാധ്യത ഇനി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് പിന്നെ ഈ നമ്മൾ ഒരു ടൗണിൽ, തലശ്ശേരി ടൗണിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഷോപ്പുകളുടെയൊക്കെ ടേൺ ഓവറും അവർ നഷ്ടത്തിലാണ്, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രാൻഡുകൾ കുതിക്കുന്നത്. സോ ഇപ്പൊ ഹൂ ഈസ് അവർ കസ്റ്റമർ ഇതാണ് ഞാനിപ്പോ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. കസ്റ്റമർ സെഗ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ്. ആ കസ്റ്റമറെ എങ്ങനെ റിലേറ്റ് ചെയ്യാം അല്ലെ? ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഡ്രസ് മെറ്റീരിയൽ, ഷർട്ട് കമ്പനി, അവരെ പ്രൊഫഷണൽസ്, ബാങ്ക് ഓഫീസേഴ്സും മാനേജേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ, അധ്യാപകരും ഒക്കെ ഇരിക്കുന്ന ആ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു ഫോർമൽ വെയർ ഉണ്ടാക്കുന്ന ഒരു നല്ല ബ്രാൻഡ് കമ്പനി എവിടെയാണ്, ഞാൻ അതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്? നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അത്യാവശ്യം പിന്നെ ഫാഷനായിട്ടും അല്ലാത്തയും ഡ്രസ്സുകളൊക്കെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എവിടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ കസ്റ്റമറെയും എങ്ങനെ കണ്ടെത്താം? ഉദാഹരണത്തിന് ഇപ്പൊ എന്നോട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഉമേഷ് സാറിനോട് എന്നോട് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ വളരെ സീരിയസ് ഒക്കെ ആയിട്ട് ഉമേഷ് സാറ് നിങ്ങളുടെ ഒരാളാണെന്ന് പറയും. നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് ഫണ്ണി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല പെട്ടെന്ന് നമ്മൾക്ക് പറ്റുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതേസമയം നിങ്ങൾ കുട്ടികളോട് കൺവേ ചെയ്യാൻ ഏറ്റവും നല്ലത് ട്രോളാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യാൻ ആരാണ് എന്റെ കസ്റ്റമർ, അടുത്തത് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള വേ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങളോട് കൺവേ ചെയ്യാൻ ഏറ്റവും നല്ലത് ട്രോളാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ സ്റ്റാറ്റസിലുണ്ട് വാട്സാപ്പിൽ. ഒരാൾ എനിക്ക് ഡിസൈൻ ചെയ്ത മൈസോൺ കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻക്യുബേഷൻ സെന്റർ ആണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ദിവ്യ അതും പറ്റിയ ഒരു ആർട്ടിക്കിള് 2-3 ദിവസം മുന്നേ ഇട്ടു. ഫേസ്ബുക്കിൽ ഒരുപാട് കോളുകൾ അവരിട്ടത് കൊണ്ട് എനിക്ക് വരുന്നുണ്ടായിരുന്നു. അതിനെ വെച്ചിട്ട് ഒരു ട്രോൾ കണ്ണൂർ എന്ന് പറയുന്ന ഒരു പേജിൽ 2 സിനിമാ നടന്മാർ പറയുന്ന രീതിയിലേക്ക് അത് ട്രോളാക്കി വെച്ച് ഞാൻ ഇന്നത് സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ചെയ്തതാണ്. അപ്പോൾ ആ ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആരെയാണ് കണക്ട് ചെയ്യുന്നത്? അതേ സമയത്ത് മറ്റൊരു രീതിയിൽ ഒരു ബാങ്ക് മാനേജറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈസിനെസ് എന്താണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ LIC ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന ആള് ആദ്യം
രോഗങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ പേടിപ്പിച്ചിട്ടാണ് വരുന്നത്. കാരണം അപ്പൊ അത് പേടിയില്ല അടുത്ത്. നിങ്ങളെ പോലെ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് അത്തരം കാര്യങ്ങളുമായിട്ട് വന്ന് മാർക്കറ്റ് ചെയ്യാൻ പോയി നടക്കത്തില്ല. അത് അത്രയും ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും ആ മെത്തേഡിലേക്ക് പോവുക. അപ്പൊ സെക്കൻഡ് തിങ്, നമ്മുടെ കസ്റ്റമർ ആരാണ്, അവരെ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ റിലേറ്റ് ചെയ്യാനുള്ള ചാനൽ എന്താണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട്. പക്ഷെ എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ചാനൽ ഒന്ന് ആദ്യം FBയും ഫേസ്ബുക്കും, രണ്ട് പിന്നെ ലിങ്ക്ഡിൻ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം എൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഏതൊരു കുട്ടി എൻ്റെ ഒരു ഇവിടെയുള്ള ഒരു കൊലീഗാണ് അത് ചെയ്യുന്നത്. ഞാൻ FBയിൽ ഇട്ടാൽ ആളിടും. ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ഒരുമിച്ച് എൻ്റെ മൊബൈലിൽ ചിലപ്പോൾ പോയില്ലെങ്കിൽ ആളിടാറാണ് പതിവ്. FB ഞാൻ തന്നെയാണ് നോക്കുക. പക്ഷെ നിങ്ങളാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20-25 റേഞ്ചുള്ള 15 മുതൽ അല്ലെങ്കിൽ 25 വയസ്സുള്ള കുട്ടികളെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിനേക്കാൾ നല്ലത് ഇൻസ്റ്റാഗ്രാം അല്ലേ? അതാണല്ലോ നല്ലത്. അപ്പോ ഇപ്പോ പിന്നെ വീട്ടിലുള്ള പാരന്റ്സിനെ, നമ്മുടെ പിന്നെ അച്ഛനെയാണ് ടാർഗറ്റ് ചെയ്യുക, അമ്മയെക്കാളും അച്ഛനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓഫ് കോഴ്സ് ന്യൂസ് ഒക്കെ വരുന്ന വീഡിയോ, ന്യൂസ് ചാനൽ ആയിരിക്കും നല്ലത്. വേറെ ആൾക്കാരെ ആണെങ്കിൽ വേറെ ഇന്ന പ്രോഗ്രാമിന്റെ ഇടയിലായിരിക്കും നല്ലത്. സോ ഹൂ ഈസ് അവർ കസ്റ്റമർ എന്ന് കൃത്യം, ഒരു വീട്ടിൽ തന്നെ 10 പേരുണ്ടെങ്കിൽ 10 ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. ആ ഓരോ സെഗ്മെന്റിനെയും കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ആ 10 സെഗ്മെന്റിനും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവരെ റിലേറ്റ് ചെയ്യാൻ നമ്മൾ പോകേണ്ട ചാനൽ ഡിഫറെന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബോക്സ് വരച്ചു, നിങ്ങൾ ബോർഡിൽ ഹൂ ഈസ് മൈ കസ്റ്റമർ എന്ന് എഴുതി, അത് വെട്ടി അവസാനം ഏറ്റവും മൈക്രോ നിഷിലെത്തി അവരെ എവിടെ പോയാൽ കണക്ട് ചെയ്യാൻ പറ്റും, എവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അവരെ കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു ഓൺലൈൻ പിന്നെ മീറ്റിംഗിലേക്ക് കയറാം, അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുമ്പോൾ ചേംബറിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയാം, ആ ചാനലിലൂടെ നമുക്ക് കയറാം. സോ ഇത് നമുക്ക് ആദ്യമേ പ്ലാൻ ഉണ്ടാവണം. ഈ പ്രൊഡക്റ്റ് ഇന്ന സെഗ്മെന്റിലേക്ക് കൊടുക്കാൻ എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, അതിന് പറ്റിയ ചാനൽ അഥവാ മീഡിയം ഇതാണ്. ഈ 3 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റ് വരും. അതാണ് വാല്യൂ. ഇതെല്ലാം പ്രൊഡക്റ്റിൽ ഉണ്ടാവേണ്ടതാണ്. വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ്? വാല്യൂ പ്രൊപ്പോസിഷൻ നമ്മൾ നേരത്തെ കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രൊഡക്റ്റിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിനൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് വേണം നമ്മുടെ പ്രൊഡക്റ്റിന്, അല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് 20-25 ഇയേഴ്സിനുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് അതിനുള്ള കോമ്പറ്റീറ്റീവ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്താണ്? മൈസോണിൽ ഫാർമേഴ്സ് ഫെസ്റ്റോൺ എന്ന് പറയുന്ന ഒരു, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, സ്റ്റാർട്ടപ്പുമായിട്ട് ഒക്കെ കേൾക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ അത്യാവശ്യം സ്കെയിൽ ചെയ്തൊരു കമ്പനി ഉണ്ട്. കൊച്ചിനൊക്കെയാണ്, വെജിറ്റബിൾ ആണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. വെറും പ്ലാറ്റ്ഫോം മാത്രമല്ല, വെറും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് അല്ല. അതൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം, ഓർത്ത് വെച്ചിട്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ അവര് അവിടെ ചെയ്യുന്നത് ഫാർമറെ, അതായത് നമ്മളെ കർഷകരെയും കസ്റ്റമറെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കർഷകരുടെ പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമറെ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പ്ലാറ്റ്ഫോം ഇല്ലേ, ഒരുപാട്. ഈ ലോക്ക്ഡൌണും കോവിഡും വന്നതിന് ശേഷം പച്ചക്കറി വിതരണം ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്, ഇവരുടെ കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്താണ്? ആ പുള്ളി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂർ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള കർഷകരുടെ, അതായത് നമ്മൾ പച്ചക്കറി, തമിഴ്നാട് പച്ചക്കറി, ഇന്ന് പച്ചക്കറി വരുമ്പോഴുള്ള പ്രശ്നം പെസ്റ്റിസൈഡ്, വിഷം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതിന് പകരം അവിടെ തന്നെയുള്ള പച്ചക്കറി എടുത്തിട്ട് ആ നാട്ടിൽ അവർക്കറിയാവുന്ന വയലുകളിലുള്ള പച്ചക്കറിയാണ് അതിന്റെ കസ്റ്റമറിലേക്ക് അവരെത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുമ്പോൾ എന്താ കോമ്പറ്റീറ്റീവ് എഡ്ജ്? അത് വിഷരഹിതമാണ്. അതെങ്ങനെ കസ്റ്റമർ ഉറപ്പുവരുത്തും? അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇത് ഏത് വയലിലാണ് കൃഷി ചെയ്തെന്ന് അറിയാനൊരു സംവിധാനമുണ്ട്. നമ്മൾ കൈപ്പക്ക വാങ്ങിച്ചാൽ ഈ കൈപ്പക്ക ഏത് വയലിലാണ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ അതാണ് അതിന്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ്. സോ ഇങ്ങനെ എന്തും ആവാം, വാല്യൂ പ്രൊപ്പോസിഷൻ എന്തും ആവാം. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ പർട്ടിക്കുലർ കസ്റ്റമർ സെഗ്മെന്റ്സിനോട് പറയാനുള്ള വാല്യൂ പ്രൊപ്പോസിഷൻ നമുക്ക് എന്താണ്, അത് അടുത്തത്. ദെൻ അടുത്ത കോളം കീ ആക്ടിവിറ്റീസ്. ഈ പറയുന്ന കസ്റ്റമറിലേക്ക്, ഈ കസ്റ്റമർ സെഗ്മെന്റിലേക്ക് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചാനലൈസ് ചെയ്ത് ആ വാല്യൂ പ്രൊപ്പോസിഷൻ കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്?
ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, അത് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രോഡക്റ്റിനെ ഈ വിഷരഹിതമാക്കാൻ വേണ്ടി, അത് അറിയിക്കാൻ വേണ്ടി അവിടെ ഇന്നൊരു ടെക്നോളജി പ്ലാറ്റ്ഫോം അവിടെ നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് അവിടുന്ന് ഏത് കർഷകന്റെയാണ് പേര് ആ സമയത്ത് തന്നെ സെർവറിലേക്ക് കയറാനുള്ള ഒരു ടെക്നോളജി വേണം. നല്ല വിളവുള്ള പച്ചക്കറി അല്ലെങ്കിൽ നല്ല ഇതാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് അങ്ങനെ കിട്ടുന്ന ഇതുണ്ടല്ലോ. അപ്പൊ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കണം. അപ്പോ അതിന് നമ്മൾ അവർക്ക് കൂടുതൽ, ആ കർഷകർക്ക് കൂടുതൽ അറിവ് ജൈവവളങ്ങളെ കുറിച്ച് കൊടുക്കണം, അതിന്റെ റിസോഴ്സസ് കൊടുക്കണം, എന്നിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊടുക്കണം. അതേപോലെ നമ്മളൊരു 20-25 ഉള്ള കുട്ടികളുടെ ഡ്രസ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാഷൻ അഹമ്മദാബാദിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറുമായിട്ട് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അപ്പം തന്നെ ഡിസൈൻ പ്ലാറ്റ്ഫോം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം കൊണ്ടുവരണം. ഞാൻ വളരെ സിമ്പിൾ ഐഡിയ വെച്ചിട്ടാണ് പോകുന്നത്. ഒരു സംവിധാനം വേണം. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വാല്യൂ പ്രൊപ്പോസിഷൻ ഈ ചാനലിലൂടെ നമ്മുടെ ഈ പറയുന്ന കസ്റ്റമറിലേക്ക് റിലേറ്റ് ചെയ്യിക്കാൻ പറ്റൂ എന്നുള്ളത്. ഇതിങ്ങനെ കണക്ട് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ആ കീ ആക്ടിവിറ്റീസ് ചെയ്യണം. അടുത്തത് ഉറപ്പായിട്ടും അത്തരം കീ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണം എന്ന് ചോദിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ അതിനൊരു ഏജൻസി വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരാൾക്ക് അത് അറിയണം. IoT ടെക്നോളജി, ഇതിന്റെ വളപ്രയോഗത്തിനോ മറ്റു കാര്യങ്ങളും വേണം, അത് അറിയുന്ന ഒരാൾ നമ്മുടെ ടീമിൽ വേണം, അല്ലെങ്കിൽ അത് ഒരു കമ്പനിയോ ആൾക്കാരോ വേണം. അപ്പൊ നമുക്ക് അതിന് വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ്? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് മണി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന് എക്യുപ്മെന്റ്സ് വേണം, അല്ലെ? ഇപ്പൊ ഡെലിവറി നമ്മുടെ തന്നെ ചെയ്യണമെങ്കിൽ അതിന് വെഹിക്കിൾസ് വേണം. അതേപോലെ അഹമ്മദാബാദിൽ നിന്നുള്ള ഡ്രസ്സ് ആ ഫാഷൻ അപ്പൊ തന്നെ അറിയണമെങ്കിൽ ഒന്നുകിൽ അവിടെ നമ്മളൊരു ഏതെങ്കിലും ഒരു സംവിധാനം അവിടെ അറേഞ്ച് ചെയ്യണം, അവിടെ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെക്കണം. സോ ആ കീ ആക്ടിവിറ്റിയിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം റിസോഴ്സസ് വേണം. ആ റിസോഴ്സസ് ഈ കീ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ വേണമെങ്കിൽ ഇത്രയും കീ പാർട്ട്നേഴ്സ് വേണം. നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ സപ്ലയേഴ്സ് ഇത്ര ആൾക്കാർ വേണം, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാർ വേണം, നമുക്ക് മറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള പാർട്ട്നേഴ്സ് വേണം. അങ്ങനെ നമ്മളെ കീ പാർട്ട്നേഴ്സ്, ഈ ഓരോ ആക്ടിവിറ്റിയും ചെയ്യാൻ, ആ ഓരോ കീ റിസോഴ്സസും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ആരൊക്കെ വേണം? ചിലപ്പോൾ ഇതിന് ഫണ്ട് ഉണ്ടെങ്കിൽ കീ പാർട്ട്നേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് അടക്കം വേണം. അപ്പൊ നമ്മൾ കീ പാർട്ട്നേഴ്സ് ഫില്ല് ചെയ്യും. അപ്പൊ ആദ്യത്തെ 1, 2, 3, 4, 5, 6, 7 കോളം 9 ബ്ലോക്ക് ബിസിനസ് മോഡൽ എന്ന് പറയാം. 7 കോളം നമ്മൾ ഇങ്ങനെ പോയിന്റ് ടു പോയിന്റ് വളരെ വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത താഴത്ത് കിട്ടും ഈ കീ പാർട്ട്നേഴ്സ്, ഈ കീ റിസോഴ്സസ്. അതിന്റെ കൊട്ടേഷൻ പോയി അന്വേഷിക്കും. അതിന്റെ കസ്റ്റമർ ചാനലൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അതിന്റെ പ്രപ്പോസലൊക്കെ എടുക്കും. അതൊക്കെ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് സ്ട്രക്ചർ കിട്ടി. അതവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ നേരത്തെ പറഞ്ഞ കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് എത്ര വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റവന്യൂ സ്ട്രീമും കിട്ടും, എത്ര വരുമാനം കിട്ടുമെന്ന് മനസ്സിലാവും. ആ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റ് സ്ട്രക്ചർ മാച്ച് ചെയ്താൽ ഇത് എപ്പോൾ ബ്രേക്ക് ഈവൻ, അഥവാ നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ഇൻകവും റവന്യൂവും ഒരുപോലെ മാച്ച് ആവും. അതാണ് ബ്രേക്ക് ഈവൻ. ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമ്മൾ എപ്പോഴെത്തും, അതിനുശേഷം പ്രോഫിറ്റിലെത്തുന്ന ഈ ഒറ്റ ക്യാൻവാസിൽ മനസ്സിലാവും. സോ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ഒരുപാട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രീമുകളും കാര്യങ്ങളും ഒരുപാട് പാഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ വേണം, വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഒപ്പം റിയാലിറ്റി എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള എൻവിഷനിങ് എന്ന് പറയും. റിയാലിറ്റി എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഇതുപോലൊരു ടേബിള് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ബിസിനസ്സുകളിൽ ഒരു 1 man ഷോ കാണിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഡിഫറെന്റ് കപ്പാസിറ്റി ആയിരിക്കും നമുക്ക്, അല്ലെ? ഓരോരാൾക്കും ഓരോ ടാലന്റ് ആണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു 3, 4, 5 ആൾക്കാർ ചേർന്നിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3, 4 ദിവസം സീരിയസ് ആയിട്ട് പോകുമ്പോൾ ഇത് വെച്ചിരിക്കണം. ഇപ്പോ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റിസർച്ച് ചെയ്തോളൂ, അതിന്റെ കൊമേഴ്സിലൊന്നും നോക്കണ്ട. പക്ഷേ ഇതുപോലൊരു ടേബിൾ വെച്ച് നിങ്ങൾ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നിങ്ങൾ തന്നെ ചെയ്യണം. അധ്യാപകരെയും കൂടെ അത് കഴിഞ്ഞൊന്ന് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ സഹായം തേടാം. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ വളണ്ടറിലി റെഡിയാണ് ഇത്തരം കാര്യങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾക്കൊരു 1-2 വർഷം ഇങ്ങനെ ഒരു 3-4 മിനി പ്രൊജക്ടുകൾ അതിന്റെ കൊമേഴ്സിൽ നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഈ മോഡലിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് കഴിയുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ നേടുന്ന അതേ സമയത്ത് തന്നെ ഒരു നല്ല ഓൺട്രപ്രണർഷിപ്പ് മെന്റാലിറ്റി, പ്രായോഗിക ബിസിനസ് എങ്ങനെ ചെയ്യാം, നമ്മുടെ ഡ്രീം മാത്രം, ഡ്രീമിനപ്പുറത്തേക്ക് ഒരു പ്രായോഗിക ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള ഇത് കിട്ടും. അപ്പൊ ഇതാണ് എൻ്റെ ഒരു മേജർ ടോപ്പിക് ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ
നമ്മുടെ ഇന്നൊരു ഡിജിറ്റൽ ആക്ടിവിറ്റി ആണല്ലോ. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കേട്ടതായിരിക്കും ഇതൊക്കെ, എങ്കിൽ പോലും ഒന്നുകൂടെ ഓർമ്മിക്കാൻ വിചാരിക്കുന്നു. എന്തും എവിടെയും സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കോവിഡും കൂടെ വന്നപ്പോൾ. ഒരു 2-3 years ബാക്ക് ഞാൻ എന്റെ സ്ലൈഡ് എടുത്ത് പോകുന്ന സമയത്ത് അതിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. 2019 വേൾഡ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റിന് ഉണ്ടായിരുന്നു, ഗാർഡ്നേഴ്സിന്റെ ഉണ്ടായിരുന്നു. ഈ CXO CIOs എല്ലാ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട്, വലിയ കമ്പനികളുടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് നെക്സ്റ്റ് 3 yearsന്റെ ഒരു പ്രഡിക്ഷൻ നടത്താറുണ്ട്. നിങ്ങൾക്കത് കിട്ടും, ഗാർഡ്നേഴ്സ് പ്രഡിക്ഷൻ എന്ന് പറയും, ഗൂഗിൾ ചെയ്താൽ കിട്ടും, എല്ലാ വർഷവും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഡിക്ഷനിൽ ഞാനൊരു 3 വർഷം മുന്നേ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലായിടത്തും കാണിക്കുന്ന ഒരു സ്ലൈഡാണ്. അതിൽ ഈ യൂണിവേഴ്സിറ്റികൾ 2025 ആകുമ്പോഴേക്ക് അപ്രത്യക്ഷമാവും, ആ എഡ്യൂക്കേഷൻ ബിസിനസിന്റെ മോഡലിംഗ് മാറും എന്നുള്ളത്. അത് നമ്മളൊക്കെ അന്നേരം ഇത് ഈ വായിച്ചതും ഈ അറിവും വെച്ച് പറയുന്നതാണെങ്കിലും അതിപ്പോ പെട്ടെന്ന് കാണുന്നില്ല. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഓരോ നിയമസഭ പോലും ചർച്ച ചെയ്യാണ്. ഓൺലൈൻ ക്ലാസ് ശരിയായി നടക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഓക്കെയാണ്, ശരിയാവും ചെയ്യും. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് സമയം ഓൺലൈനിൽ കേട്ടാൽ അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പൊ അതിനെ എങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യും, അത് എന്ത് ചെയ്യും, ആ ഓൺലൈനിനെ എങ്ങനെ ഡിജിറ്റൽ ക്ലാസ്സുകളാക്കി മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഗവേഷണം നടക്കുകയാണ്. അപ്പോൾ ഗവേഷണം മീൻസ് റിസർച്ചിലല്ല, നമ്മുടെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി അതിന്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്കൊക്കെ അവൈലബിൾ ആണ്. ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഓപ്പോസിറ്റ് ചിന്തിക്കേണ്ട കാര്യം അവർക്ക് ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഡിജിറ്റൽ പ്രസൻസ് നമ്മുടെ ബിസിനസ്സിന് നന്നായിട്ടുണ്ടാവണം. ഇതും നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു കുഞ്ഞു പ്രൊഡക്റ്റ് ഉണ്ടാകും, വാങ്ങിക്കോ ഇല്ലാത്തതൊന്നും നോക്കണ്ട, നിങ്ങൾ പഠിക്കുകയാണ്, പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. 4 മൈക്രോ മൊമെന്റ്സിലൂടെയാണ് ഡിജിറ്റലി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. ഗൂഗിളിന്റെ 4 മൈക്രോ മൊമെന്റ്സ് കേട്ടാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നിങ്ങൾ അതിന്റെ പെർസെന്റേജ് എത്രയാണ്, കൺവേർഷൻ ഒക്കെ താഴെ കാണുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം. 4 കാര്യങ്ങൾക്കാണ് നമ്മൾ മൊബൈലിനെ മെയിൻലി ആശ്രയിക്കുന്നത്, അല്ലെ? ഇൻഫർമേഷൻ കിട്ടാനൊക്കെ പോകുന്നതിന് ഇത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഐ വാണ്ട് ടു നോ മൊമെന്റ്, നമ്പർ 1. നമ്പർ 2, ഐ വാണ്ട് ടു ഗോ മൊമെന്റ്. ഒന്ന്, എനിക്ക് എന്തെങ്കിലും അറിയണം. 2, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, റൂട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എന്താണ് അതിന്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ ആ സ്ഥലം എങ്ങനെയാണ് അറിയാൻ. 2, ഐ വാണ്ട് ടു ഡു സംതിങ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് പായസം വെക്കണം ഇന്ന്, അല്ലെ? ലോക്ക്ഡൌൺ ആണ്, പായസം വെക്കണം. മറ്റു കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിലേക്ക് പോകും. ഐ വാണ്ട് ടു ഡു സംതിങ് ഓർ ഐ വാണ്ട് ടു ബൈ സംതിങ്, സ്ട്രൈറ്റ്ലി ഓൺ ദ ബിസിനസ്. അപ്പൊ ഈ 4 മൊമെന്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിസിനസ് മോഡൽ നമുക്ക് ഈ 4 മൊമെന്റ്സിലേക്ക് മാർക്കറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു ആലോചന വേണം. എന്നിട്ട് ഈ 4 മൊമെന്റ്സിൽ ഈ ഐ വാണ്ട് ടു നോ, ഐ വാണ്ട് ടു ഗോ, ഐ വാണ്ട് ടു ഡു, ഐ വാണ്ട് ടു ബൈ എന്ന മൊമെന്റ് നമ്മുടേതല്ല കേട്ടോ. ഇത് വാങ്ങിക്കേണ്ട കസ്റ്റമറുതാണ്. കാരണം നമ്മൾ കസ്റ്റമർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൽ നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്ന ഈ 4 മൊമെന്റിലുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. എവിടെയെങ്കിലും പോകും, നിങ്ങൾ ഗൂഗിളിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ഈ 4 മൊമെന്റിലായിരിക്കും. അപ്പോ ഇത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കസ്റ്റമർ വരണമെങ്കിലും ഈ 4 മൊമെന്റ് ഉണ്ടാവും. നമ്മളൊരു കസ്റ്റമറായി ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ, ഒരു സർവീസ് സെലക്ട് ചെയ്യാൻ നമ്മൾ ഗൂഗിളിലേക്ക് പോയത് ഈ 4 മൊമെന്റിലും ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കസ്റ്റമർ വരുന്നതും ഈ 4 മൊമെന്റിലുമാണ്. ഈ 4 മൊമെന്റിൽ എങ്ങനെ നമ്മൾ എത്തും എന്നത് നമ്മൾ ചിന്തിച്ചാൽ കൃത്യമായി കസ്റ്റമറിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഡിജിറ്റലി ബിസിനസ് ചെയ്യുമ്പോൾ വേണ്ട അത് ഇന്നത്തെ കാലത്ത് അതും കൂടെ ഇതിനോട് എന്റർപ്രണർഷിപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഈ 4 മൊമെന്റിലേക്ക് എങ്ങനെ ഗൂഗിളിലേക്ക് വരുന്ന സമയത്ത് അതിന് കുറേ ടെക്നോളജി ഉണ്ടല്ലോ. SEO നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുണ്ട്. ഇത് വളരെ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കീവേഡ്സ് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അതിനപ്പുറത്തേക്കാണ് കേട്ടോ ഇന്നത്തെ SEO ഒക്കെ. നമ്മൾ കീവേഡിൽ കുറെ ബെസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കില്ല. നിങ്ങൾക്ക് ടെക്നോളജി സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്കറിയാം AIയും മെഷീൻ ലേണിംഗ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഗൂഗിളിന്റെ ബോട്ടൊക്കെ വളരെ ഇന്റലിജന്റ് ആണ്, അതിനറിയാം ഇത് ഈ പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ പഴയ പോലെയുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്സിലൊന്നും പറ്റില്ല. നമ്മൾക്ക് അത്രയും ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക. റിവ്യൂസ് ആയിട്ടും ഓർഗാനിക് ആയിരിക്കണത്. നമ്മൾ റിവ്യൂസ് ആയിട്ടും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പിന്നെ പരമാവധി പെയ്ഡിനേക്കാൾ ഓർഗാനിക് കൂടുതൽ ചെയ്യാം. അപ്പം പെയ്ഡ് ചെയ്യാം. കണ്ടന്റ് എഴുതുക, ബ്ലോഗ് എഴുതുക, ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ് ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്തു വരേണ്ടത്. സോ നേരത്തെ പറഞ്ഞ അതിനോട് അറ്റാച്ച് ചെയ്ത് വായിക്കേണ്ടതാണ് ഈ 4 മൊമെന്റിൽ നമ്മൾ എങ്ങനെ വരിക എന്നുള്ളത്.
നമ്മുടെ സമയം 1 hour ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിലേക്ക് പോകാത്തത്. അതിന്റെ താഴെ കുറെ പെർസെന്റേജുകൾ കാണാം. ആ പെർസെന്റേജുകൾ ഈ 4 മൊമെന്റിലേക്ക് പോകുമ്പോൾ ഒരു സെയില്, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രമാത്രം പൊട്ടൻഷ്യൽ ആണെന്ന് കാണിക്കുന്നതാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് ഗൂഗിളിൻ്റെതാണ്. ഓക്കെ, ഇനി ഞാൻ ഇത്രയും പറഞ്ഞ സാധനത്തിന്റെ കുഞ്ഞു 2 എക്സാമ്പിൾ, വളരെ ചെറിയ ബിസിനസ് മോഡൽ. നിങ്ങളുടെ ടെക്നോളജിയിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, ചെറിയൊരു ബിസിനസ് മോഡൽ അല്ലെ. ആ ബിസിനസ് മോഡൽ എടുക്കുന്നത് ഞാൻ ടെക്സ്റ്റൈലാണ്. ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താ ടെക്സ്റ്റൈൽ? നമ്മൾ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ടെക്സ്റ്റൈലാണ്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടാൻ പോകുന്നു. എന്താ നമ്മളെ മനസ്സിൽ വരിക? അപ്പൊ അവിടെ കുറെ സാരി വെക്കണം അല്ലെ, ചുരിദാർ വെക്കണം, മുണ്ട് വെക്കണം, ഷർട്ട് വെക്കണം, കുട്ടികളുടെ ഡ്രസ്സ് വെക്കണം. ഇതല്ലേ നമ്മുടെ മനസ്സിൽ വെക്കുന്നത്? പ്രോഫിറ്റബിൾ ആക്കി പോകുന്ന ബിസിനസ്, അതായത് അതൊക്കെ ഒരു സാധാരണ ബിസിനസിന്റെ അപ്പുറത്തേക്ക് പോവാറില്ല. ഇപ്പൊ ഇവിടെ കണ്ണൂരൊക്കെ കല്യാണമൊക്കെയാണ് ഫസ്റ്റ് കോവിഡിന് ആദ്യം ക്ലോസ് ചെയ്തത്. കണ്ണൂർ ഇപ്പൊ ഈ തളിപ്പറമ്പ് റോഡിലുള്ള കല്യാൺ ഓൾറെഡി ക്ലോസ് ചെയ്തതാണ്. അറിയാലോ നിങ്ങൾക്ക് അവിടെ സെയിൽ നടക്കുന്നത്. ഇന്ന് ഇപ്പൊ ടെക്സ്റ്റൈലൊക്കെ പൂട്ടിയിട്ടൊക്കെയാന്നുള്ളത്. പിന്നെ ഒരു കമ്പനി ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നഷ്ടത്തിലാണെന്ന് വിചാരിക്കരുത്. അത് വേറൊന്നാണ്. എല്ലാ കമ്പനികൾക്കും, പ്രത്യേകിച്ച് നല്ല വലിയ കമ്പനികൾക്കും വലിയ ബ്രാൻഡുകൾക്കും എക്സിറ്റ് പോളിസി ഉണ്ടാവും. എപ്പോഴാണ് ഒന്ന് നിർത്തേണ്ടതെന്ന് അവർക്കറിയാം. അല്ലാതെ നഷ്ടത്തിലാണെന്ന് വിചാരിക്കരുത്. അതിനൊരു എക്സിറ്റ് പോളിസി സംഭവിക്കുമ്പോഴാണ് അത് റൈറ്റ് ടൈം എക്സിറ്റ് ചെയ്യാന്നുള്ളത് ബിസിനസ്സിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് വേറൊരു സബ്ജക്റ്റ് ആണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് ടെക്സ്റ്റൈലാണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരാള്, നമ്മളെ അറിയാവുന്ന ഒരാള് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും, വലിയ ആൾക്കാർക്ക് മുണ്ട്, ഷർട്ട്, സാരി അല്ലെ, ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ കൂട്ടും. ഇവരെ എല്ലാരെയും, ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പിന് അവർക്ക് വേണ്ട, എല്ലാവർക്കും വേണ്ട ചാനലിൽ കൂടെ പോകണമെങ്കിൽ ചെറിയ പൈസയൊന്നും മതിയാവില്ല, വൻ മുതൽ മുടക്ക് വേണം. പഴയ കാലമല്ല, ഈ ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ വേണ്ട എക്സ്പെൻസുകൾ പല രീതിയിൽ പോകണം. കാരണം എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക അറിയില്ല. അപ്പൊ എല്ലാ തരത്തിലും ആ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാക്കാൻ ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. അവിടെയാണ് മൈക്രോ നിഷിന്റെ പ്രത്യേകത. അങ്ങനെ മൈക്രോ നിഷ് കണ്ടെത്തിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്, യങ് ട്രെൻഡ്സ്. എന്താ പ്രൊഡക്റ്റ് എന്ന് കണ്ടോ? നിങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് ടീഷർട്ട് മാത്രം, ഇതാണ് അവരുടെ സംഭവം. ടീഷർട്ട് കൊടുക്കുന്ന, അതില് മെൻ, വിമൻ, ഡോ കപ്പിൾ, ആ റേഞ്ച്, ഒരു പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ഒരു 20 to 30 റേഞ്ചിലുള്ള ആൾക്കാർക്ക് യങ് ട്രെൻഡ്സ് എന്ന പേരിൽ ടീഷർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത്. അത് പ്രിന്റഡ് ടീഷർട്ട് നമ്മൾ ഇതിനകത്ത് കയറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ ടെക്സ്റ്റ് മെസ്സേജ് വെച്ചിട്ട്, എന്താണോ ടെക്സ്റ്റ് അത് വെച്ച് നമുക്ക് വേണ്ട ഡിസൈനിൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. അവരുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അങ്ങനെ ചൂസ് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് കിട്ടും. യങ് ട്രെൻഡ്സ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ മൈക്രോ നിഷ് ഉണ്ട്, കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്. എല്ലാ ടെക്സ്റ്റൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരും അവരെ കസ്റ്റമർ അല്ല, അവർക്ക് ഈ ജനറേഷനെ വേണ്ടു. അതിലൊരു മിഡ് ഇൻകം റേഞ്ചിലുള്ള ആൾക്കാർ, അതിൽ തന്നെ ഇതുപോലുള്ള ഡ്രസ്സ് ഇഷ്ടപ്പെടാനുള്ള അവരെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അങ്ങനെ നോക്കി 2 പേര് ചെയ്ത, നിങ്ങളെ പോലെ 2 പേര് ചെയ്ത ഒരു ബിസിനസ്സാണ് ഈ കാണുന്നത്. 20 കോടി, 2 വർഷം, 21 വയസ്സ്. ഈ ഞാനിപ്പൊ പറഞ്ഞ ബിസിനസ് മോഡലാണെങ്കിൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്കൊരു 2 കോടി ഉണ്ടാക്കാനൊന്നും ഒരു വിഷമവുമില്ല. ഇതൊരു ചെറിയ എക്സാമ്പിളാ. നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്നവരായതുകൊണ്ട്, കഥകൾ ഒരുപാട് വായിക്കുന്നവരായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടാത്തതാ. സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വേൾഡ് വൈഡ്. ഇന്ത്യയിൽ തന്നെ 100, 500, 1000 കണക്കിന് എക്സാമ്പിൾസ് 20, 21 വയസ്സിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ പിന്നിൽ ഈ നേരത്തെ പറഞ്ഞ ഡ്രീം മാത്രമല്ല, കൃത്യമായ ഒരു എൻവിഷനിങ് ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് കേട്ടോ thestory.in. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ് അതേ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ, ആ ഇൻഡസ്ട്രിയിൽ പിന്നെ ടീഷർട്ട് എന്ന നീഷില് മൈക്രോ നീഷാണ് നമ്മളിപ്പോ ആദ്യം കണ്ടത്. അതായത് പ്രിന്റഡ് ഷർട്ട്സ്, ടീഷർട്ട്സ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ടീഷർട്ട് എന്ന നീഷ്, ഈ പ്രിന്റഡ് ടീഷർട്ട് യങ് ജനറേഷന് വേണ്ടിയിട്ടുള്ളത് മൈക്രോ നീഷ്. അതേ ഇൻഡസ്ട്രിയിൽ വേറെ ഒരാള് കണ്ടെത്തിയിരിക്കുന്നത് കാർട്ടൂൺ, അതായത് കുട്ടികളാണ്. മെയിൻലി കുട്ടികൾക്കും ഈ കാർട്ടൂൺ കോമിക് ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ പ്രിന്റ് ചെയ്യുന്ന ടീഷർട്ട്. ഇത് വേറെ കമ്പനിയാണ്, ഇത് വേറൊരു കമ്പനിയാണ്. അപ്പൊ ഇവിടെ എന്താ, സെയിം ഒരൊറ്റ ഇൻഡസ്ട്രീന്റെ ഡിഫറെന്റ് നീഷും മൈക്രോ നീഷും കസ്റ്റമർ സെഗ്മെന്റുമാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നത്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ബിസിനസ് ഇന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് വന്നത്. ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ വേറൊരാൾ ചെയ്തതുണ്ടോ?
ഫ്രീ വിൽ. കോവിഡ് ആണല്ലോ, പെൺകുട്ടികളൊക്കെ അല്ലെ, ഇപ്പോ ആൺകുട്ടികളും മുടിയൊക്കെ ശ്രദ്ധിക്കുന്ന ആൺകുട്ടികൾ, ഹെയറൊക്കെ നന്നായി വളർത്തുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് നമ്മളൊരു ബ്യൂട്ടീഷ്യൻ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ടൈപ്പ് എന്നൊക്കെ നോക്കിയിട്ട്, എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല എങ്കിൽ പോലും ഹെയർ ടൈപ്പ് ഒക്കെ നോക്കിയിട്ടാണല്ലോ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പിന്നെ നമുക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് നൽകുന്നത്. അപ്പൊ അതിന് സമയമില്ലാത്തപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് ആദ്യത്തെ പേജാണ് നിങ്ങൾ കാണുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് യുവർ ഹെയർ. നിങ്ങളുടെ ഹെയർ സ്മൂത്ത് ആണോ, രണ്ടാമത് കാണുന്ന പോലെ വേവി ആണോ, ക്യൂട്ടി ആണോ? അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു 8 സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഹെയർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻ അവർ ഓൺലൈനായിട്ട് തരും. ഇത് കുറെ പ്രൊഡക്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ കോമ്പിനേഷനിൽ ഒരു 10 പ്രൊഡക്റ്റിനെ പല കോമ്പിനേഷനിൽ അവർ അങ്ങോട്ടും വെച്ചതാണിത് ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കസ്റ്റമർ കയറുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോ ഇത് ചെയ്യാൻ ഇവിടെ നമുക്കിപ്പോ ബ്യൂട്ടീഷ്യനും പരിപാടിയും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. നമുക്ക് നിലവിലുള്ള ഓഫ്ലൈൻ ചെയ്യുന്ന ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഇത് തുറക്കാനാവാതെ വീട്ടിലിരിക്കുകയാണ്. നമ്മൾക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോം ഒരു IT എഞ്ചിനീയറിംഗ് കൂടി ഉണ്ടെങ്കിൽ ഈ ഐഡിയ ജനറേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമുക്കറിയാവുന്ന ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ടുവച്ചാൽ ഈ ബിസിനസ് സുഖമായിട്ട് ചെയ്യാം. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, കോടികൾ. സോ ഇത് തന്നെയാണ്. ഇപ്പൊ ഇത് ചെറിയ സ്റ്റാർട്ടപ്പുകളൊന്നും അല്ല കേട്ടോ. റെയ്മണ്ട്സ് പോലുള്ള വൻ കമ്പനി, ഞാൻ ഒറ്റ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇതിലേക്ക് വരുമെന്ന് പറയുകയാണെങ്കിൽ വൻ കമ്പനിയാണ് റെയ്മണ്ട്സ് അല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോർമൽ ഡ്രസ്സ് ഷൂട്ടിങ്സ് വിൽക്കുന്ന കമ്പനി. അവരെന്താ ചെയ്തെന്നറിയോ? അവരുടെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ആൾക്കാർ റെഡിമെയ്ഡ് ഷർട്ട് എടുക്കുന്നത് കുറയാണ്. അപ്പൊ അവരുടെ സെയിലിനെ ബാധിക്കും. അപ്പോഴവര് ഈ അടുത്ത് മുംബൈയിൽ ചെയ്തൊരു കാര്യമാണിത്. കസ്റ്റം ടൈലറിങ്ങിന്റെ ഒരു ഡാറ്റാബേസ് അവർ ഉണ്ടാക്കിയിട്ട് എല്ലാ ടൈലേഴ്സിന്റെയും അവർ ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് പറ്റാവുന്ന ഒരാളെ ആക്കി അവരുടെ പ്ലാറ്റ്ഫോമിലും അവരുടെ ഷോറൂമിലും ഇതുണ്ടാവും. നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച പാട് നമ്മുടെ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൾ, നമ്മുടെ അടുത്തുള്ള സ്റ്റൈലിസ്റ്റ്, ടൈലർ അല്ല സ്റ്റൈലിസ്റ്റ്, അതാണ് പേര്, ബുക്ക് യുവർ സ്റ്റൈലിസ്റ്റ്, അദ്ദേഹത്തിന്റെ കോള് നമുക്ക് തിരിച്ചു വരും. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഡ്രസ്സ് തയ്പ്പിച്ച് അളവെടുത്ത് മെഷർ ചെയ്ത് തയ്പ്പിച്ച് നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോം. കുറെ ടൈലേഴ്സിനെ യോജിപ്പിച്ചിട്ട് സ്റ്റൈലിസ്റ്റ് എന്ന പേരിൽ യോജിപ്പിച്ച് അവരെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇതിൽ കൊണ്ടുവന്നിട്ട് റെയ്മണ്ട്സ് ഓർഗനൈസ് ചെയ്ത അവരുടെ സെയിൽ കൂട്ടാൻ. ഞാൻ ഓരോ മോഡലാണ് പറയണത്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞു 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 ഐഡിയകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും ഇരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒറ്റ മന്ത്രമേ ഉള്ളൂ. അത് ഈ എഴുതിയിരിക്കുന്നതാണ്. എക്സെപ്ഷണൽ കസ്റ്റമർ എക്സ്പീരിയൻസ് റിക്വയർസ് എന്റർപ്രൈസ് ടു മൂവ് അറ്റ് ദ സ്പീഡ് ഓഫ് ദെയർ കസ്റ്റമർ. കസ്റ്റമേഴ്സ് വളരെ സ്പീഡിലാണ്. കസ്റ്റമേഴ്സ് ആരാ? നമ്മൾ ഭയങ്കര സ്പീഡിലല്ലേ. നമ്മളൊരു സാധനം വാങ്ങിക്കാന്ന് അറിയുമ്പോൾ തന്നെ മൊബൈൽ എടുത്തു, അത് എവിടെ എങ്ങനെ കിട്ടി എന്ന് നോക്കി നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആ സപ്ലയർ, ഞാനാണ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നെങ്കിൽ നിങ്ങൾ ആ മൊബൈലിൽ നോക്കുമ്പോൾ ആ സ്പീഡിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ ഞാനില്ല, ഞാൻ ആ പിക്ചറിലേ ഇല്ല, ഞാൻ വിട്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബിസിനസിന്റെ മന്ത്രം. അപ്പൊ ഞാൻ ചെറിയ എക്സാമ്പിൾ, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് ഒന്നും പോവാതെ, ഇപ്പോ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രൊഫഷനിലും ഇപ്പൊ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് ഒരു ബിസിനസ് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡലുകൾ നിങ്ങളുടെ പ്രൊഫഷണലിനും സാധ്യതയുണ്ട്. ഇതൊരു സർവീസ് ബിസിനസിനെ സ്റ്റാർട്ടപ്പ് ആക്കിയതാണ്. നിങ്ങൾക്ക് സർവീസ് കൈൻഡ് ഓഫ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാരാണ്, കൺസൾട്ടൻസിയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോ അത് ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ്, എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ആർക്കിടെക്ട്സ് ആയാലും ശരി, സിവിൽ എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് ആൾക്കാരൊക്കെ ഇൻഡിവിജ്വൽ ഓഫീസ് ഇട്ടിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്ത് ഒരു എന്താ പറയാ, ഒരു ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം ഇല്ലാതെ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കാം? ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്മോൾ ഐഡിയാസിനെ കൂടുതൽ കസ്റ്റമർ റേഞ്ചിലേക്ക് വരുന്ന ഇതിലേക്ക് നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റിനെ മൈക്രോനിഷ് വെച്ച് അലനൈസ് ചെയ്ത് കൂടുതൽ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന, സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മോഡലുകളായിട്ട് വരിക എന്നുള്ളതാണ് ഇന്നത്തെ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു ഡ്രീം ഇൻ ടു റിയാലിറ്റി എന്ന സബ്ജക്റ്റിലേക്ക് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ്ലി ഒരു ഇത് മാത്രം എടുത്തിട്ട് നിങ്ങളടുത്തേക്ക് വന്നതാണ് ഇന്ന് ഞാൻ. കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നതാണെന്ന് എന്നോട് ഉമേഷ് സാർ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അടുത്ത് വരുന്ന 1, 2, 3 കൊല്ലം അടുത്ത ഫ്രണ്ട്സും ഇനി ഓൺലൈനിൽ ഇരുന്നിട്ടായാലും
എന്തെങ്കിലും ഒരു പ്രൊജക്ട് കിട്ടിയാൽ അതിനെ ഡിസ്കസ് ചെയ്യേണ്ട രീതികൾ നിങ്ങൾക്ക് പകർന്നു തരാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ പറ്റുമ്പോൾ അങ്ങനെ 1, 2, 3, 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒന്നാമത്തെ കാര്യത്തിൽ നിന്ന് വളരെ സീരിയസ് ആയിട്ട് മാറാം. ചിലപ്പോൾ നമ്മൾക്ക് ചുമ്മാ വീട്ടിലുള്ള കേൾക്കുന്ന ബിസിനസ് ആയാലും പാരന്റ്സിന്റെ ബിസിനസ് ആയാലും അതിനൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അതിനെ തന്നെയോ ഇത്തരം ബിസിനസ് മോഡലിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ, നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സിന്റെ ബിസിനസ് എടുത്തിട്ട് അവരുമായിട്ട് ഇത്തരം ബിസിനസ് മോഡലുമായിട്ട് ക്യാൻവാസുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആവും, വളരെയധികം ക്രിയേറ്റീവ് ആവും. ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഓഫ് കോഴ്സ് ഈ നിങ്ങളുടെ ഗ്രാജുവേഷന്റെ ഫൈനൽ സെമസ്റ്ററിലേക്ക് നിങ്ങൾ എത്തുമ്പോഴേക്കും ആ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഒരു കപ്പാസിറ്റി മാറ്റും, നിങ്ങളുടെ തിങ്കിങ് സ്റ്റൈല് മാറ്റും. അത് ബോത്ത് യുവർ, അത് കരിയറിലായാലും ശരി, ഓഫ് കോഴ്സ് ബിസിനസ്സിലായാലും ശരി, വളരെയധികം സഹായിക്കാനും ഇടയുണ്ടെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ സംസാരിച്ചത്. എൻ്റെ നമ്പർ കാണിക്കാനാണ് ഞാൻ തന്നത്. ആർക്കെങ്കിലും വേണം നോട്ട് ചെയ്യാം. എപ്പോഴെങ്കിലും വാട്സപ്പ് ആയിരിക്കും നല്ലത്. കോൾ ആകുമ്പോൾ ഞാൻ മിക്കവാറും സെഷനിലാണ് കോൾ എടുക്കാനുള്ളത്. സമയം കുറവുണ്ടാകും. ഞാൻ കോൾ പിന്നീടൊക്കെ എപ്പോഴേക്കും ആയിരിക്കും തിരിച്ചു വിളിക്കാം. അതിലും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉമേഷ് സാറിനെ കണക്ട് ചെയ്യാനാണ്. അദ്ദേഹം എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. കാരണം അദ്ദേഹം അത്രയും അടുത്ത ഒരാളാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഭിനന്ദ്, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഓക്കെ സാർ. താങ്ക് യു. എനിവേ ഉമേഷ് സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇപ്പോഴും വിചാരിക്കും, ഞാനിവിടെ 1.5 വർഷമായിട്ട് കോളേജ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ മൈസൂരിനെ പൂർണ്ണമായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, കൊറോണയും വന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സെഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ കൊറോണ നിർത്തേണ്ടി വന്നു. ഓ ശരി, അതെ അതെ. നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നതാ, അപ്പോഴാ ഇത് വന്നത്. പിന്നെ മൈസൂർ എന്നുള്ളത് നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു വലിയ പൂർണ്ണമായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കി അറിയില്ല. സാറിന്റെ ട്രെയിനിങ്സ് അവരും മൈസൂരിനെ കുറിച്ച് സെഷൻ കൂടി നമുക്ക് വൈകാതെ കൊടുക്കാം സാർ, ഇവർക്ക് താല്പര്യമുള്ളവർ. കാരണം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും അവിടുത്തെ ഫെസിലിറ്റിനെ കുറിച്ചും കാര്യമൊന്നും എനിക്കൊന്നും ഇവർ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ എന്നോട് ഇന്ററാക്ട് കുട്ടികൾ പറയുന്നുണ്ട് നല്ലത് ഒരു കോമൺ ആയിട്ടുള്ളൊരു സെഷൻ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഉടനെ ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ മൈസൂരിന് ഒരു ചെറിയ ബ്രീഫ് നിങ്ങളോട് ആദ്യം പറഞ്ഞു തന്നു കൃത്യമായിട്ടും. ആ ബ്രീഫ് ഇതാണ്. അതൊരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ ആണ്. ഞാൻ ഇതുപോലുള്ള ഐഡിയാസുമായിട്ട് വരുന്ന നിങ്ങളെ മെന്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ഫെസിലിറ്റിയാണ്. അത് ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്റർപ്രണേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 231 പേരുണ്ട് ഇപ്പൊ ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് തന്നെ കൃത്യമായ ഒരു സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണർഷിപ്പ് ഐഡിയ അല്ലെങ്കിൽ അത് നാളെ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ, കണക്ട് ചെയ്ത് ഉമേഷ് സാറിനെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് തന്നെ സെപ്പറേറ്റ്ലി ഇരിക്കാം. കൂടുതൽ ഇന്ററാക്റ്റീവ് ആകുമ്പോൾ ഇപ്പൊ ഞാനൊരു സൈഡിൽ നിന്ന് ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാവില്ല, നമ്മൾ കാണുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ അത് സ്പെസിഫിക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അടക്കം ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റും. ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം. താങ്ക് യു. ഒന്നെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ആക്കി ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട്സ് ഉള്ളവർക്ക്. അനഘയുടെ ക്വസ്റ്റ്യൻ ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. Aneka, once we started a business, what are the structures and criteria we need to look for to selecting employees in it? Okay. Aneka, അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളുടെ ലെവലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. ആ ഒരു സംഭവം ഇത് ഈ നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തെ ബിസിനസ്സും ഇന്നത്തെ ബിസിനസ്സും ഡിപ്പെൻഡ് ആണ്. അത് ഡിപ്പെൻഡ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ്. എന്റെ കേസിൽ ഞാൻ ഒരുപാട് ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ എല്ലാ എംപ്ലോയീസിനെയും. അതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ പറ്റാം, പക്ഷെ അത് കുറവായിരിക്കും. എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ BTRAC ബിസിനസ് ടെക്നോളജി റിസർച്ച് ആൻഡ് അനാലിറ്റിക്സ് സെന്റർ ഇവിടെയുള്ള ഒരു കംപ്ലീറ്റ് എൻ്റെ കൊളീഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ
ഞാൻ അവരെ ഒരിക്കലും എംപ്ലോയീസ് ഇപ്പൊ അനഘ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എംപ്ലോയീസ് പറഞ്ഞത്. എന്റെ കൊലീഗ്സ് ആണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എന്റെ ഒരു നേട്ടമല്ല, എന്റെ ഒരു ഗുരു, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് കെൽട്രോണിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വർക്ക് ചെയ്തത് KPN കുട്ടി. അദ്ദേഹം സമയക്കുറവുണ്ടെങ്കിൽ അഭിനന്ദൻ തന്നെ നിർത്തണേ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് പോകും. എക്സ്പീരിയൻസ് വെച്ച് പറയും. ഓക്കെ. KP നാരായണൻകുട്ടി, അദ്ദേഹം പത്മഭൂഷൺ KPP നമ്പ്യാരുടെ ബ്രദറാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു 10 വർഷം ഞാൻ ടെക്നോ പാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ US കമ്പനിയിൽ വർക്ക് ചെയ്തത്. അദ്ദേഹമാണ് അതിന്റെ ഇന്ത്യ ഹെഡ്. അദ്ദേഹം കെൽട്രോണിന്റെ MD ആയിരുന്നു. ലണ്ടനിൽ നിന്ന് ന്യൂക്ലിയർ ഫിസിക്സ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരാളാണ്. കുറേ വർഷങ്ങൾ ലണ്ടനിൽ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് ഈ യൂറോപ്യൻ കൾച്ചറിൽ ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കാനുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അത് എന്റെ ബിസിനസ്സിൽ എനിക്ക് ഒരുപാട്, നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്, ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അല്ല ഇപ്പോൾ, എങ്കിലും നിങ്ങൾ വളരുന്ന തലമുറയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതന്നെ എല്ലാ എംപ്ലോയീസിന്റെ അടുത്തും നിങ്ങൾ വർക്ക് ചെയ്യാൻ കിട്ടണമെന്നില്ല. അതാണ് എനിക്ക് പറയുമ്പോൾ ആകെയുള്ള ഒരു പേടി. ഇത് എക്സ്പെക്ട് ചെയ്യരുത് എപ്പോഴും, പലതും പല രീതിയിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴുണ്ടായ പ്രത്യേകത, ഈവൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്, അതായത് വണ്ടി ഓടിക്കുന്ന ആളായാൽ പോലും പുള്ളി വളരെയധികം കോണ്ടാക്ട് ഉള്ള ആളാണ് എല്ലാ തലത്തിലും. മിനിസ്റ്റർമാരെയും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ പലതവണ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബോയ് അല്ലെങ്കിൽ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിനിസ്റ്ററെ വീട്ടിലേക്ക് കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്ത് നിർത്തിയിട്ട് പോവില്ല, ആളെ കൂട്ടും. ഞാൻ ഓഫ്കോഴ്സ് നമ്മളൊക്കെ എന്തായാലും പോവും, കൂട്ടും. എന്നിട്ട് ആ മിനിസ്റ്റർ അടുത്ത് പറയുന്നത്, ഇതെന്റെ ഫ്രണ്ട് ഇന്നാള്, ഇത് എന്റെ ഫ്രണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു സുഭാഷ്, എല്ലാം അങ്ങനെ പറയാം. അപ്പൊ പുള്ളി എത്ര വലിയ സ്ഥലങ്ങളിൽ പോയാലും അദ്ദേഹത്തിന് കിട്ടുന്ന അതേ പരിഗണന അദ്ദേഹത്തിന്റെ കൊലീഗ്സിന് കൊടുക്കും, വാങ്ങിക്കൊടുക്കും നിർബന്ധമായിട്ട്. അത് തിരിച്ചുണ്ടാക്കിയ റിലേഷൻസ് എന്താന്ന് വെച്ചാല്, നമുക്ക് സാലറിക്ക് അപ്പുറം, നമുക്ക് അതിനപ്പുറം ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് അദ്ദേഹമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത, ഞങ്ങളുടെ വണ്ടികളൊക്കെ, എന്റെ വണ്ടി ഇപ്പോഴും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാർ എപ്പോഴും നീറ്റ് ആയിരിക്കും, വൃത്തിയായിരിക്കും. എന്റെ കാറിന്റെ ഉൾഭാഗമൊക്കെ കയറി കഴിഞ്ഞാൽ എത്ര പഴകിയ വണ്ടിയായാലും നീറ്റ് ആയിരിക്കും. ഇത് അദ്ദേഹം ഉണ്ടാക്കിയത്. കാരണം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞായറാഴ്ചകളൊക്കെ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി കഴുകാതെ പോയാൽ ഞങ്ങളെ ഉള്ളിൽ കയറി വർത്താനൊക്കെ പറഞ്ഞ് TV കാണുന്ന സമയം ഇത് പിന്നിലെ ഡോറിലെ അദ്ദേഹം പോയിട്ട് ഒരു ടാപ്പ് എടുത്ത് പോയി കംപ്ലീറ്റ് വണ്ടി കഴുകി വൃത്തിയാക്കും. അപ്പൊ വണ്ടി കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബോസാണ്, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ വണ്ടി കഴുകാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ ഈ മാനേജിംഗ് ഡയറക്ടറിനെ നമ്മുടെ കാർ കഴുകി തരും. അത് നമുക്ക് ഭയങ്കര മോശമല്ലേ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ. അപ്പോ ഭയങ്കര നമുക്ക് ഒരു ഷെയിമാവും. നിങ്ങളിപ്പോ ഒരു ബൈക്ക് എടുത്ത് നമ്മുടെ പ്രിൻസിപ്പാൾ വന്നിട്ട് നിങ്ങളുടെ ബൈക്ക് വൃത്തിയാക്കി തരുക, നമുക്കതൊരു ഇൻസൾട്ടും ആവില്ലേ ശരിക്കും? അപ്പൊ ഇത് ഇൻസൾട്ട് ആക്കാനല്ല, അദ്ദേഹം അതിന്റെ ശീലമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതൊരു ബോണ്ടിങ്. ഞാൻ ആ ശീലം ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്ന് അറിയില്ല, ഈ എംപ്ലോയീസിന് അനക്കെ ചോദിച്ച ചോദ്യം, ഈ എംപ്ലോയീസിന്റെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്ത് ഇരുന്ന ആൾക്കാരോടെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് അവരുമായിട്ട് എനിക്കൊരു ബോണ്ടിങ് ഉണ്ട്. ഇപ്പൊ പല ഓർഗനൈസേഷൻ ഉണ്ട്, പലത്തും പല സ്റ്റാഫ് എല്ലാവരുടെ അടുത്തും എൻ്റെ അടുത്തൊന്നും കണ്ണ് എത്തിക്കില്ല എങ്കിൽ പോലും ഇതിന്റെ വിരുദ്ധമായിട്ട് ആര് വന്നാലും ഞാൻ ഈ ബോണ്ടിങ് ഉള്ള ഈ സ്റ്റാഫ് അവർ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ ഓർഗനൈസേഷനെ. ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വരുത്താം. നിങ്ങൾക്ക് ഇത് ആദ്യം വരണമെന്നില്ല. ഒന്ന്, നിങ്ങളൊരു ഓർഗനൈസേഷൻ തുടങ്ങി ഒരു എംപ്ലോയീസിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബോധേഡാവേണ്ട, ആകെ ബോധേഡാവേണ്ട നമ്മൾ അവരെ എന്തിനാണ് എടുത്തിരിക്കുന്നത്. ഒരു എംപ്ലോയിനെ അല്ല എടുക്കേണ്ടത്, നമ്മൾ അവരുടെ എന്താണ് നമ്മൾക്ക് അവരെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ കിട്ടേണ്ട സഹായം. 1, അവർ ഇത് ചെയ്യണം. 2, അവർ ലെറ്റർ. 3, ഇമെയിൽ അയക്കണം. 4, കസ്റ്റമർ വിളിക്കണം. അങ്ങനെ നമ്മൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോ നിശ്ചയിച്ച് എഴുതി വെക്കുക. ഇന്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അവരെ ഈ ഓരോ കാര്യങ്ങളും അവരോട് മാച്ച് ചെയ്യുക. ഇത് അവർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. ശരി. ഇത് ചെയ്യാൻ പറ്റില്ല, അപ്പം 10 കാര്യങ്ങളിൽ 3 ചെയ്യാൻ പറ്റില്ല. വേറൊരാളെ എടുത്തപ്പോൾ 10 കാര്യങ്ങളിൽ 9 ചെയ്യും. ശരി, അദ്ദേഹത്തിന് എടുക്കാം. അത് കഴിഞ്ഞാൽ അവര് ചെയ്യുന്ന വർക്കിനെ കംപ്ലീറ്റ്ലി നമ്മൾ പോയി സ്ട്രക്ചർ ആക്കി വൈകുന്നേരം പോയി റിപ്പോർട്ട് വേണം. ഇതൊന്നും എന്റെ രീതികളല്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. റിപ്പോർട്ട് വേണം, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതണം എന്നൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ 10 എംപ്ലോയി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുക ഒരു തലയും, അതായത് ഒരു ബ്രെയിൻ, എന്റെ ബ്രെയിനും ഈ 10 എംപ്ലോയീസിന്റെ ഞാനടക്കം 22 കൈയും 22 കാലും. ഒരു ബ്രെയിനും 22 കൈയും 22 കാലും. ഈ ഒരു ബ്രെയിനിനെ വെച്ചിട്ട് 22 കൈയും കാലിനെയും നിയന്ത്രിക്കല് വലിയ പാടാവും. കാരണം എന്താ അറിയോ? ഞാൻ അവരെ എത്ര മണിക്ക് വന്നു, എപ്പോ പോയി, എന്താ ചെയ്തത്, ഞാൻ ഇതൊന്നും നോക്കാറില്ല. ഔട്ട്കം മാത്രം നോക്കും, അതേ സംസാരിക്കാറുള്ളൂ. എപ്പോ പോവും, എങ്ങനെ വരും, ഈ കാര്യങ്ങൾ. നമുക്ക് ഡിസിപ്ലിനും കാര്യമൊക്കെ വേണം, പക്ഷെ ഔട്ട്കം പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോഴേ ഞാൻ ഇടപെടുള്ളൂ.
മറ്റു കാര്യങ്ങൾ ഈ രീതിയിലാണ് അവരോട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ എംപ്ലോയീസിനെ സ്ട്രക്ചർ ചെയ്യുന്ന നമ്മുടെ ആവശ്യം ചെയ്യാനുള്ള ഒരാളെ എടുത്തിട്ട് അത് അവരെ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, അവരുടെ ബ്രെയിൻ നമുക്ക് കിട്ടും. പൊതുവെ പ്രത്യേകിച്ച് ബിഗിനിങ് ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്ന ആൾക്കാര് അവരെല്ലാം കയറി ഡിക്റ്റേറ്റ് ചെയ്യും, ഇതിങ്ങനെയാ ചെയ്യേണ്ടത്, ആ ചെയ്തത് ശരിയല്ല. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ പെർഫെക്ഷന്റെ ഭയങ്കര ആളായിരുന്നു ഒരു കാലം വരെ. തുടക്കത്തിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാള് ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു ലെറ്റർ വെച്ചിട്ട് ഒരു കവർ മടക്കിയാൽ ആ കവർ മടക്കി ചെരിഞ്ഞു പോയാൽ അപ്പൊ പറഞ്ഞ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഇതിന്റെ പ്രോബ്ലം ഇവർ വന്നിട്ട് ഓരോ കാര്യം നമ്മളെ പേടിക്കുന്ന ഒരാളെ, അതായത് ഒരു ബ്രെയിനും 20 കൈ എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം സാർ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞോട്ടെ സാർ, ഇതിങ്ങനെ മടക്കിക്കോട്ടെ സാർ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. സോ ഡോണ്ട് ബോദർ അബൌട്ട് അവരുടെ സ്ട്രക്ചർ കാര്യങ്ങളിലേക്കാൾ എന്താണ് അവർക്ക് വേണ്ടത്, ഐഡന്റിഫൈ, അതിന് പറ്റിയ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് എടുത്തു കഴിഞ്ഞാൽ ഇന്നതാണ് എൻ്റെ ഔട്ട്കം, ആ ഔട്ട്കം മെഷർ ചെയ്ത് പോവാ. വെയ്സിനെ നോക്കണ്ട. വെയ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ദോഷകരമായിട്ട് അത് നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് അഴിച്ചുവിടലല്ല, നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്ത് നോക്കുക. അവരെ ഡയറക്റ്റ് പോയി എല്ലാ കാര്യങ്ങളിലും പോയിട്ട് അവരെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് അവരുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന അവരുടെ ക്രിയേറ്റിവിറ്റിയെ തടസ്സപ്പെടുത്താതിരിക്കുക. ഇതാണ് ഈ ഒരു ഇത് ചെയ്യാനുള്ളത്. ആകെ ചെയ്യേണ്ടത്, ആകെ ചോദിച്ചതിന്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഇയാൾ ചെയ്തു തരേണ്ടത് എഴുതി വെക്കുക, സംസാരിക്കുക, അതിൽ ഓരോന്നും ടിക്ക് ചെയ്യുക, ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ആളെ എടുക്കുക, ഇന്നതാണ് ഔട്ട്കം എന്ന് പറയാം, ദെൻ കൂടെ നടക്കുക. ഇതാണ് അതിന്റെ ഉത്തരം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സാർ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. യെസ് വൃന്ദ, ഓഫ് കോഴ്സ് ഉണ്ട്. അതാണ് പിന്നെ ഉമേഷ് സാറ് നമ്മളോട് പറഞ്ഞത് ഒരു മൈസോണിന്റെ സെഷൻ ആവാന്ന്. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പറയാം. മലബാർ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് സോൺ സ്റ്റാർട്ടപ്പ് മിഷന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻക്യുബേഷൻ സെന്റർ ഇൻ കേരള, കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം, 4 സ്ഥലത്താണ് ഉള്ളത്. അതിൽ ഈ സ്റ്റാർട്ടപ്പിന്റെ ഫണ്ടിങ് ഒക്കെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ വഴിയാണ് കൊടുക്കുക. ഒന്ന് നിങ്ങൾക്കറിയാം, ഇതിപ്പോ IEDCയുടെ പ്രോഗ്രാമാണ്. IEDCയുടെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. IEDCയുടെ സപ്പോർട്ട് കോളേജുകൾക്ക് പുറമെയാണ്. നിങ്ങൾക്ക് ഐഡിയ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ഉണ്ട്. അതിന് നിങ്ങളുടെ ഒരു ഇന്നോവേറ്റീവായ അല്ലെങ്കിൽ ഒരു വയബിലിറ്റി ഉള്ള ഒരു രണ്ടും ആവാം, ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പിച്ച് ആപ്ലിക്കേഷൻ ടൈം വിളിക്കും, എല്ലാ വർഷവും ഉണ്ടാവും, ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. വിളിച്ചു കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ടഡ് ആയാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഐഡിയ ഗ്രാൻഡ് കിട്ടും. അതിന്റെ അടുത്ത സ്റ്റേജ് ആ ഐഡിയ ഗ്രാൻഡ്, അത് നിങ്ങൾ IDC മെമ്പേഴ്സിനും കോളേജ് കുട്ടികൾക്കും മാത്രം ഉള്ളതാണ്, പുറത്തുള്ള ഓണ്ടർപ്രണേഴ്സിനുള്ളതല്ല. 2 lakh ഗ്രാൻഡ് കഴിഞ്ഞാൽ അടുത്തത് പ്രോട്ടോടൈപ്പ് ഗ്രാൻഡ്. നമ്മുടെ ഐഡിയയെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് വികസിപ്പിക്കാൻ, ഐഡിയ കൊള്ളാം, ആ ഐഡിയ പ്രോട്ടോടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് നിങ്ങളുടെ പിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോട്ടോടൈപ്പ് ഗ്രാൻഡ്. അതിന്റെ മാക്സിമം എമൗണ്ട് വരുന്നത് 7 lakhs ആണ്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത ഫണ്ടിങ് എന്ന് പറയുന്നത് സ്കെയിലപ്പ് ഗ്രാൻഡ് ആണ്. സ്കെയിലപ്പ് ഗ്രാൻഡ് എന്ന് പറയുന്നത് 12 lakhs ആണ്. 12 ലക്ഷം രൂപയാണ് അതിന്റെ മാക്സിമം. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഈ പ്രോട്ടോടൈപ്പിനെ നമ്മളൊരു ബിസിനസ്സായി നന്നായി സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്കെയിലപ്പ് ഗ്രാൻഡ് ആയിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാൻഡുകളായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നത്. പിന്നെ മറ്റ് ഇൻക്യുബേഷൻ സെന്റർ, IIM പോലുള്ള സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഗ്രാൻഡുകളുണ്ട്. അവർ ഇൻക്യുബേഷന് വേണ്ടി വരും. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ചേംബർ ഓഫ് കൊമേഴ്സ്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ മാസം അവസാനം ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഐഡിയാസും പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ട്, അതിന് ഇൻക്യുബേഷൻ സപ്പോർട്ടോ മറ്റെന്ത് സപ്പോർട്ടോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാനുള്ള ഒരു പദ്ധതി റെഡിയാക്കുന്നുണ്ട്. ഞാനിപ്പോ സംസാരിച്ചതുകൊണ്ട് അഭിനന്ദോ ആരെങ്കിലും ഒരാൾ ലീഡർഷിപ്പ് എടുത്തിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അഭിനന്ദനെ നിങ്ങൾ കണക്ട് ചെയ്യുക. അഭിനന്ദ അതൊന്ന് ക്രോഡീകരിച്ചിട്ട് എനിക്ക് തന്നാൽ അവരെ ഞാൻ പ്രത്യേകിച്ച് വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് ആ ഹാക്കത്തോണിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകളെ എസ്പെഷ്യലി തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് ഞാൻ ചെയ്യാം. ഈ മാസം എൻഡിലോ അടുത്ത മാസം ആദ്യമോ അത് നടക്കും ഒരു ഹാക്കത്തോൺ. അപ്പൊ അത്തരം ഹാക്കത്തോൺ നടക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾ ചെയ്യുന്ന ഇൻക്യുബേഷൻ സപ്പോർട്ടോ മറ്റ് ഗ്രാൻഡുകളോ മറ്റ് സ്കീമുകളോ ഒക്കെ ഉണ്ടാവാം. അത് പ്രൈവറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഒന്ന് മെച്യൂർ ആവും. അവിടെ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ്, അത് ഇക്വിറ്റി അഥവാ ഓണർഷിപ്പിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതൊക്കെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. പിന്നെ നമുക്ക് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബാങ്കുകളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരുപാട് ലോണുകളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ,
ഫോർ 45 ആയതിലേക്ക് നമുക്ക് ഇവന്റ് എന്നാല് വൈൻഡപ്പിലേക്ക് തീർച്ചയായും നമുക്ക് ഒത്തിരി സമയമായി അഭിനന്ദ്. ഡെഫിനറ്റ്ലി. വൃന്ദ എന്നാല് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കാം. Okay, it was a very enlightening session, and I believe it gave more insights on entrepreneurship for everyone who participated in the session. So, first of all, I would like to thank Mr. Subhash Babu sir for spending his valuable time with us. Next, I would like to thank IEDC for collaborating with Vriddhi for organizing the program. And also, I would like to thank Mr. Umar sir for being with us. And finally, I would like to thank each and every one of you for making the program successful. Okay, thank you. Thank you, sir. Thank you, Abhinand. Thank you, all of you. ഓക്കെ സാർ, സാറിന് സെഷൻ ലീവ് ചെയ്യണം സാർ. Thank you. Thanks. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. പിന്നെ കാണാം. Thanks. കൂടാതെ ഫീഡ്ബാക്ക് ഫോം എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ്, അത് മാൻഡേറ്ററി ആണ്. സോ നിങ്ങൾ ഈ മീറ്റിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്തതായിട്ട് ഉറപ്പുവരുത്തുക.